ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വിൻപിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ഒക്കെ നമ്മുടെ ഒരു വെബിനാറിന്റെ ജേണി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിലൂടെ ഒക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനും നമ്മുടെ കരിയറിലൊക്കെ ഒന്നുകൂടി അപ്ഡേറ്റ് ആവാനും ആവശ്യമായിട്ടുള്ള ഒരുപാട് നോളജ് ആണ് നമ്മൾ ദിനേന എന്നോണം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത്തരം പ്ലാറ്റ്ഫോമുകളൊക്കെ നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യുന്ന യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒത്തിരി അപ്രിഷിയേറ്റ് ചെയ്യാണ്. സോ അത്തരത്തിൽ നമ്മൾ ഇന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലേസിനെസ് ആൻഡ് പ്രോകാസ്റ്റിനേഷൻ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അല്ലെ. പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കാറുണ്ട്. മാറ്റി വെക്കുന്ന പല കാര്യങ്ങളും എപ്പോഴാണ് ചെയ്യലെന്ന് നമുക്കൊക്കെ അറിയാം. സോ എന്ത് കാര്യങ്ങളും മാറ്റി വെക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ അറിയാതെ ഈ ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും നമ്മൾ കടന്നു പോകാറുണ്ട്. അതായത് നമ്മുടെയൊക്കെ ചിന്തകളുടെ പ്രോബ്ലം, അതല്ലെങ്കിൽ നമ്മളൊക്കെ ചുറ്റുപാട്, നമ്മുടെ സറൗണ്ട്സ് ഒക്കെ ഒരുപാട് നമ്മളെ അതുകൊണ്ട് സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ മാറ്റിവെക്കുന്ന ഈ ഒരു ശീലം, അതിനെന്തൊക്കെയാണ് ഒരു സൊല്യൂഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും 3 പോയിന്റ്സിലൂടെയാണ് നമ്മൾ ഈ ഡിസ്കഷൻ ഇന്ന് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ബിഹേവിയറൽ ലേസിനെസ്, നമ്മുടെയൊക്കെ ശീലങ്ങളെ, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇതിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നുള്ള സ്വാധീനം, നമ്മുടെ ജോലി സ്ഥലത്ത്, വീട്ടിലാണെങ്കിലും, അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ എത്രത്തോളം ഇത് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും. അതുപോലെ മൂന്നാമത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ, എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹെൽപ്പ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ്. നമ്മുടെ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് നമുക്കറിയാം മുഹമ്മദ് റാഫി സാറാണ്. സാർ ഒരു കൗൺസിലർ ആണ്, എനഗ്രാം ട്രെയിനർ ആണ്. സാറിന്റെ തന്നെ എനഗ്രാമിന്റെ 8th ബാച്ച് ഫെബ്രുവരി 15 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സാറിന്റെ എനഗ്രാമിന്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത പല മുഖങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. സോ നിങ്ങളുടെ ഒക്കെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഈ ഒരു വെബിനാറിലോട്ട് ജോയിൻ ചെയ്ത എല്ലാവരെയും ഹൃദ്യമായി ഈ ഒരു വെബിനാറിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഒരു സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി റാഫി സാറെ ഏറെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പോ എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല സാർ, ഓഡിബിൾ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരുപാട് വെബിനാർസ് നടത്താറുണ്ട് വിംബിൾ അക്കാദമിയുടെ കീഴിൽ. ഞാൻ കുറച്ചൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് തിരക്കുകൾ കാര്യങ്ങളൊക്കെ വന്ന സാഹചര്യത്തിൽ കുറച്ചായി ഇപ്പോൾ ഞാനൊരു വെബിനാർ ക്ലാസ് എടുത്തിട്ട്. ദെൻ നമ്മളുടെ എനിഗ്രാം എന്ന് പറയുന്ന പേഴ്സണാലിറ്റി സൈക്കോളജീൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് അതുമായിട്ട് ചെറിയ കണക്ഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോ എന്തുകൊണ്ട് നമുക്ക് ലേസിനെസ് വരുന്നു, അതുപോലെ തന്നെ എന്തുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ നീട്ടി വെക്കുന്നു, ഇതിനൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ബിഹേവിയറൽ സൈഡ് കൂടെ ഇവിടെ ഉണ്ട്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം, വീഡിയോ ഓൺ ആക്കിയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതായത് നിങ്ങൾ വീഡിയോ ഓൺ ആക്കുന്നത് എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടല്ല, മെയിൻലി നമ്മൾ വീഡിയോ ഓൺ ആക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു അറ്റൻഷൻ കുറച്ചുകൂടെ നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് കിട്ടുന്നുണ്ടാവും. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നിങ്ങൾ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യൂ കേട്ടോ. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യോ, ജസ്റ്റ് റെഡി അല്ലെങ്കിൽ ഒരു തമ്പ് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും? ഓക്കെ, റെഡി. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഇന്നത്തെ ടോപ്പിക്കിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു തരത്തിൽ മടിയന്മാരാണ്, അല്ലെങ്കിൽ നമ്മൾ മടിയന്മാരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് കാലത്തെ അപേക്ഷിച്ച് നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തേനേക്കാളും മടികൾ നമുക്കിപ്പോ കൂടി വന്നിട്ടുണ്ട് അല്ലെ? പണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഒരുപാട് നടക്കാറുണ്ടായിരുന്നു. വാഹനങ്ങളുടെയൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. അതിന്റെ പരിമിതികൾ അങ്ങനെയൊക്കെ ആണെങ്കിലും, അതേപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും വാഹനങ്ങൾ എത്താത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ വയനാട്ടിലാണ് എൻ്റെ വീട് വരുന്നത്. ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി, അതുകൊണ്ട് എന്നെ അധികം പരിചയപ്പെടുത്താത്തത്. വയനാട്ടിലാണ് എൻ്റെ വീട് വരുന്നത്. നമുക്കറിയാം മലയോര പ്രദേശങ്ങളാണ്, ഇപ്പൊ കുന്നിന്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെയാണ് കുറെ വീടുകളൊക്കെ ഉണ്ടാവുക.
അപ്പൊ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ വാഹനങ്ങളൊന്നും എത്താത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ നടക്കാറുണ്ടായിരുന്നു. നടക്കുന്നതിന് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ സാവകാശം, നമുക്ക് അങ്ങനെ ഒരു സാവകാശം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തില്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു വയനാട്ടിൽ തന്നെ വാഹനങ്ങൾ കേറാത്ത, അല്ലെങ്കിൽ വീട്ടിന്റെ മുറ്റത്ത് വരെ വാഹനങ്ങൾ എത്താത്ത വീടുകൾ കുറഞ്ഞിട്ടുണ്ട്. എങ്ങനെങ്കിലൊക്കെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല റോഡുകൾ വന്നിട്ടും എല്ലാ സ്ഥലങ്ങളിലേക്കും വാഹനങ്ങൾ എത്തുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതായത് സാഹചര്യങ്ങൾ നമ്മൾക്ക് അനുകൂലമാകുന്നതാണ്. ഓരോ ജനറേഷൻ മാറുമ്പോഴും സാഹചര്യങ്ങൾ അനുകൂലമായി കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ മടിയന്മാരാകുന്നുണ്ട്. ഓക്കെ, ഇത് ചില സമയത്ത് നമ്മൾ കോൺഷ്യസ്ലി ആകുന്നതാവണമെന്നില്ല. ഓക്കെ, നമ്മൾ കോൺഷ്യസ്ലി അല്ലാതാകുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ്. മടിക്കുള്ള ഒരു ഒറ്റമൂലിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു തുടങ്ങാം. ബേസിക്കലി നമുക്ക് മടിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് റിവാർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ ഞാനിപ്പോ ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഞാൻ ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് എന്റെ ശരീരത്തിൽ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നില്ല. ജിമ്മിൽ പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്, പ്രത്യേകിച്ച് എനിക്ക് വലിയ ചേഞ്ച് ഒന്നും ഫീൽ ചെയ്യാത്ത സാഹചര്യത്തിൽ ഇനി ജിമ്മിൽ പോകണ്ട എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങും. കാരണം എനിക്ക് പ്രത്യേകിച്ചൊരു എന്താ പറയാ എന്തെങ്കിലും ഒരു ചേഞ്ച് ഫീൽ ചെയ്യണ്ടേ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ഞാൻ ജിമ്മിൽ പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തും. ജിമ്മിൽ പോകാൻ എനിക്ക് മടിയാവും. രാവിലെ എണീക്കാനും ജിമ്മിൽ പോകാനും അവിടെ എത്തുന്നത് വരെയുള്ള ഒരു മടി എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എവിടെ റിവാർഡ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും, നമ്മളിപ്പോ ജോലി ചെയ്യുന്ന ആളുകളാണ് മിക്ക ആളുകളും. നമ്മൾ എന്തിനാ ജോലി ചെയ്യുന്നത്? ബേസിക്കലി നമ്മൾ ജോലി ചെയ്യുന്നത് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മാസത്തിന്റെ എൻഡിൽ കിട്ടുന്ന ആ ഒരു വരുമാനം, ആ ഒരു സാലറി ആണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, നമുക്കുള്ളൊരു റിവാർഡ് അല്ലെങ്കിൽ മോട്ടിവേഷൻ. നമുക്ക് ജോലി ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആ ഒരു റിവാർഡാണ്. ഈ റിവാർഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളാരും ജോലിക്ക് പോകത്തില്ല. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തെങ്കിലും ഒരു റിവാർഡ് ആയിരിക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് റിവാർഡ് കിട്ടാത്ത സാഹചര്യത്തിലാണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് മടി ജനറേറ്റ് ആകുക. ഇപ്പൊ ജിമ്മിൽ മാത്രമല്ല, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അയാളുടെ ബിസിനസ്സിൽ ചിലപ്പോൾ ഒരുപാട് പേഷ്യൻസ് ആവശ്യം ഉണ്ടാവും. ചില ബിസിനസ്സുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ തുടങ്ങിയ ഉടനെ തന്നെ വിജയിക്കുന്ന ബിസിനസ്സുകൾ ആവണമെന്നില്ല. കുറച്ച് സമയം ആവശ്യമുണ്ടാവും ചില ബിസിനസ്സുകൾക്ക്. അപ്പൊ ഈ ഒരു സമയം വരെ നമുക്ക് ഒരു പേഷ്യൻസ് ആവശ്യമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്ടെന്ന് റിവാർഡ് കിട്ടണം എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടല്ലോ, പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക. നമ്മളുടെ പേഷ്യൻസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഈ ഒരു പേഷ്യൻസ് കിട്ടാത്ത സാഹചര്യത്തിൽ റിവാർഡ് കിട്ടാത്തത് കൊണ്ട് നമുക്ക് മടി ഉണ്ടാകാം. അതേപോലെ തന്നെ മടിക്കുള്ള ഒരു സൊല്യൂഷനും കൂടിയാണ് അത്. നിങ്ങളിപ്പോ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ റിവാർഡ് കൊടുക്കുക. അത് നമുക്ക് റിവാർഡ് എന്ത് ചെയ്യാം, ഒരു ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിക്ക് യെസ് എനിക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് നമ്മുടെ മൈൻഡിനെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ധരിപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ കുറച്ച് റിവാർഡ്സ് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. അതൊരു സംസാരത്തിലൂടെ ആയിരിക്കാം, പ്രവൃത്തിയിലൂടെ ആയിരിക്കാം. ഓക്കെ, ഇത്തരത്തിൽ എങ്ങനെയാണെങ്കിലും നമ്മൾ നമുക്ക് തന്നെ റിവാർഡ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു പരിധി വരെ ഈ മടീനെ എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഷോർട്ട് ടൈം റിവാർഡുകൾ കൂടുതലായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് കിട്ടുന്ന റിവാർഡുകൾ, ലോങ് ടൈം റിവാർഡുകൾക്ക് ആളുകൾക്ക് താല്പര്യമില്ല. ജിമ്മിൽ പോകുന്നു, ഒന്ന് ബോഡിക്ക് ഒന്ന് സെറ്റ് ആവണം എന്ന് പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് പ്രോട്ടീൻ പൗഡർ ഇത്ര എളുപ്പ വഴി നോക്കുക. പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. കുറച്ച് ലോങ് ടേം ആയിട്ട് കിട്ടുന്ന റിസൾട്ടുകളോട് ആളുകൾക്ക് താല്പര്യമില്ല. ഇതും ഈ ഒരു അലസതയ്ക്ക് ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേഷ്യൻസ്. പേഷ്യൻസ് കുറയുന്നത് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് പണ്ടത്തേതിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് തീരെ പേഷ്യൻസ് ഇല്ല. നമ്മളൊരു ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് നമുക്കൊരു 1 മിനിറ്റ്, 60 സെക്കൻഡ് ആണ് അവിടെ കാണിക്കുന്നത്. ഈ ഒരു 60 സെക്കൻഡ് നമുക്ക് ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദമില്ലേ, ജസ്റ്റ് ഒരു 60 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ ആ ട്രാഫിക് ജാം ഒക്കെ റെഡിയായി നമുക്ക് പോകാന്ന് നമുക്ക് അറിയാം. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ആ ഒരു 60 സെക്കൻഡ് പേഷ്യൻസ് കിട്ടുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ തിരക്കുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വന്ന് വീണിട്ടുണ്ട്. ഓക്കെ, നമ്മൾ തിരക്കുള്ള ലൈഫ് സ്റ്റൈലാണ് ഉള്ളത്. ഞാൻ മരുന്ന് എന്തൊക്കെയായിട്ടുണ്ട്. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ഹലോ, ഓക്കെ, രാധാകൃഷ്ണൻ സാർ കേൾക്കുന്നുണ്ടോ? ഒന്ന് മ്യൂട്ട് ചെയ്യണം. സോറി ഓക്കെ, ഫൈൻ, ആക്സിഡന്റലി സംഭവിക്കാറുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ഈ ഒരു ലോ പേഷ്യൻസ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാരണമാണ്. നമുക്ക് തീരെ പേഷ്യൻസ് ഇല്ല, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പേഷ്യൻസ് ഇല്ല, ക്യൂല് നിൽക്കാൻ പേഷ്യൻസ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഫുഡിനായിട്ട് പോലും നമ്മൾ ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫുഡ് വരണം. ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്നത് മടിയായിട്ട് കുറെ ആളുകൾ എന്ത് ചെയ്യും, ഫുഡ് ഡെലിവറി ഓർഡർ ചെയ്യും.
ഓക്കെ, നമ്മൾ കടയിൽ പോയിട്ട് സാധനം വാങ്ങാൻ മടിയായിട്ട് എന്ത് ചെയ്യും, ഓർഡർ ചെയ്തിട്ട് ഡെലിവറി. ഫ്ലിപ്കാർട്ട് ആൾക്കാർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഡെലിവറി ആ ഒരു സിസ്റ്റത്തിലേക്ക് ആളുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. കാരണം ആളുകൾക്ക് തീരെ പേഷ്യൻസ് ഇല്ല. പേഷ്യൻസ് നമുക്ക് ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വളരെ ഈസി ആയിട്ടിരിക്കുക. ഒരു സിനിമ കാണാൻ ആളുകൾക്ക് പേഷ്യൻസ് ഇല്ല. 2 മണിക്കൂറാണ് ഒരു സിനിമയുടെ സാധാരണഗതിയിലുള്ള ഒരു ഡ്യൂറേഷൻ. ഈ 2 മണിക്കൂർ അതിൽ നോക്കിയിരിക്കാനുള്ള പേഷ്യൻസ് ആളുകൾക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പണ്ട് നമ്മൾ വളരെ ലാഗ് ആയിട്ടുള്ള ഒരു സിനിമ നമ്മൾ എത്ര എന്ത് ചെയ്യും, വളരെ എൻജോയ് ചെയ്ത് കാണാറുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. പക്ഷെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര മായിട്ടുള്ള ഒരു സിനിമകൾ മാത്രമേ നമുക്ക് അത്രയും ഫോക്കസ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. നമുക്ക് ആ പേഷ്യൻസ് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് അത്ര പോലും പേഷ്യൻസ് കിട്ടുന്നില്ല. ആളുകൾക്ക് എത്രത്തോളം ഷോർട്ട് ടൈമിൽ ഇപ്പൊ റീൽസിനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ റീൽസിന്റെ ഒക്കെ ഒരു ഫോക്കസ് ടൈമിന് പറയുന്നത് ആളുകളുടെ അറ്റൻഷൻ കിട്ടുന്നത് 3 സെക്കൻഡ്സ് ആണ്. അതായത് നമ്മളൊരു വിരൽ ടച്ച് ചെയ്തിട്ട് ഒരു റീലിൽ നിന്ന് അടുത്ത റീലിലേക്ക് സ്ക്രോൾ ചെയ്യാൻ എടുക്കുന്ന ഡ്യൂറേഷൻ ഒരു പരമാവധി ഒരു 3 സെക്കൻഡ്സ് ഒക്കെ ആയിരിക്കും. ഈ ഒരു സെക്കൻഡ്സിലാണ് നമ്മളൊരു റീൽ സാധാരണ എല്ലാ റീലും നമ്മൾ നോക്കുക. അപ്പോൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 സെക്കൻഡ്സിൽ എന്തെങ്കിലും ഹുക്ക് കൊടുക്കും. ഓക്കെ, ഈ 3 സെക്കൻഡ്സിൽ എന്തെങ്കിലും ഹുക്ക് കൊടുത്തിട്ട് അവിടെ നമ്മളുടെ ആ ഒരു പേഷ്യൻസിനെ ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം, എന്താ പറയാ, നിങ്ങൾ അത്ഭുതപ്പെട്ടു ഞെട്ടിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ തുടങ്ങും. എന്നിട്ട് അവരുടെ കാര്യം അവർ അവതരിപ്പിക്കും. ഇതേപോലെ ആളുകളുടെ പേഷ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, കാരണം ആളുകൾക്ക് പേഷ്യൻസ് ഇല്ല. ഒരുപാട് കളക്ഷൻസ് കൂടി. പണ്ട് കാലങ്ങളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നണ്ട. കാരണം റിയാലിറ്റി അതാണ്. അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. പണ്ട് എന്ന് പറയുമ്പോഴും ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. എന്നിരുന്നാലും എന്നെക്കാളും ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ ഈ ക്ലാസ്സിൽ തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, എന്റെ ആ ഒരു 10-15 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു സിറ്റുവേഷൻ ആണ്. അതായത് നമുക്കിപ്പോ ചെറിയൊരു വീഡിയോ കാണുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു പേഷ്യൻസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പേഷ്യൻസ് കുറഞ്ഞതിന്റെ കാരണം നമ്മൾ എന്താ പറയാ, അത് നമ്മളുടെ ഈ മനുഷ്യരെ കുറിച്ച് പറയുന്ന ഒരു തിയറി ഉണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ ചിന്താഗതിയും അവരുടെ ജീനും അല്ല ഇന്നത്തെ കാലത്തുള്ള ആളുകളുടെ ചിന്താഗതിയും. അവരുടെ ജീനടക്കം മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് ജനറേഷനിലുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ ശാരീരികമായിട്ടുള്ള കപ്പാസിറ്റീസ് കൂടുതലുണ്ടായിരുന്നു. അവരുടെ ജീനുകൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ ജനറേഷന്റെ ജീന് തന്നെ ഡിഫറെന്റ് ആണ്. അവർക്ക് എന്താ പറയാ, എല്ലാ കാര്യങ്ങളിലും അവരുടെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ പേഴ്സണാലിറ്റി സൈക്കോളജിയിൽ സ്വഭാവ രൂപീകരണത്തെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു 4 മന്ത് ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് ജീവന്റെ ഒരു തുടിപ്പ് നമ്മൾക്ക് ഉണ്ടാവും. ഈ ഒരു സാഹചര്യം, ആ ഒരു സമയം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 4 to 6 മന്തിന്റെ ഇടയിൽ തന്നെ സബ് കോൺഷ്യസ് ബ്രെയിൻ വർക്ക് ആവുന്നുണ്ട്. സബ് കോൺഷ്യസ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മളിൽ ഫോം ആകുന്നുണ്ട്. ഒരു കോൺഷ്യസ് ബ്രെയിൻ നമ്മൾ ജനിച്ച് കുറച്ചും കൂടെ ഏജ്ഡ് ആകുന്ന സമയത്താണ് കോൺഷ്യസ് ബ്രെയിൻ വരുന്നതെങ്കിൽ സബ് കോൺഷ്യസ് ബ്രെയിൻ നമ്മൾ ഗർഭപാത്രത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കോൺഷ്യസ് ബ്രെയിൻ നമ്മളിൽ ഫോം ആകുന്നുണ്ട്. അന്ന് മുതലുള്ള ഡാറ്റ നമ്മളിൽ സ്റ്റോർ ആയിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയങ്ങളിലും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അന്നത്തെ ഇൻസിഡൻസ്, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മളുടെ ചുറ്റുപാടുകൾ, നമ്മളുടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ഇതിന്റെയൊക്കെ കാരണം നമ്മൾ പണ്ട് ഒരു ടി വിയിൽ ഒരു പരസ്യം അല്ലെ, നമ്മൾ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് കാലങ്ങളിൽ നമ്മൾ ഒരു സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഒരു 15-10 മിനിറ്റ് ഒക്കെ അല്ലെ, ഒരു 15-10 മിനിറ്റ് ഒക്കെ പരസ്യം ഉണ്ടാവും. ഈ പരസ്യം നമ്മൾ ഇരിക്കാറുണ്ടായിരുന്നു. അവർ പരസ്യം നമ്മളിങ്ങനെ കാണും. ഇന്ന് നമുക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരു 3 സെക്കൻഡ്സ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ 30 സെക്കൻഡ്സ് 20 സെക്കൻഡ്സ് ഒക്കെയാണ് മാക്സിമം ഒരു എന്താ പറയുക, ഒരു ആഡിന്റെ ഡ്യൂറേഷൻ. അത് കാണാൻ നമുക്ക് പേഷ്യൻസ് ഇല്ല. ഇത് കാണാൻ പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ട് എന്താ പറയാ, യൂട്യൂബിന്റെ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകളുണ്ട്. അതായത് ആ ഒരു 3 സെക്കൻഡ്സ് പരസ്യം കാണാനുള്ള പേഷ്യൻസ് അവർക്കില്ല. നമ്മൾ ഇത് ഒരു ചെറിയൊരു കാര്യമല്ല. നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ പേഷ്യൻസ് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പേഷ്യൻസ് കുറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ചില ആളുകൾക്ക് ഈ നമ്മൾ ഈ നീട്ടിവെക്കുന്ന ഒരു സ്വഭാവത്തെ കുറിച്ച് നെക്സ്റ്റ് പറയുന്നുണ്ട്. ലേസിനെസ് എന്ന് പറയുന്നത് പോലെ തന്നെ നീട്ടിവെക്കുന്ന ഒരു സ്വഭാവം ഇതിന്റെ ഒരു പാർട്ടാണ്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഈ നീട്ടിവെക്കുന്ന സ്വഭാവമുള്ള ആളുകൾക്ക് ഈ എന്താ പറയുക, ഒരു ഡോപ്പമൈൻ പ്രൊഡ്യൂസ്ഡ് ആവും എന്ന് പറയുന്നുണ്ട്. അതായത് നീട്ടിവെക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. നമ്മളൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, നാളെ ഞാൻ ഇന്ന സ്ഥലത്ത് വരാം, രാവിലെ ഞാൻ പുറപ്പെടാം
എന്ന് പറഞ്ഞിട്ട് നമ്മൾ രാവിലെ വിളിച്ചത് ക്യാൻസൽ ചെയ്തിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒരാൾക്ക് ഭയങ്കര ഒരു സന്തോഷം. ഓക്കെ, നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തിട്ട് അത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ, എല്ലാ കാര്യങ്ങളും നീട്ടി വെക്കുക. ഉദാഹരണത്തിന് ഇന്ന് എനിക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ട് വീട്ടിൽ. കുറെ എന്താ പറയാ, നമ്മൾ വിചാരിച്ചു ഒരു സേവനവാരം വീട് മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്യാം, പുറത്ത് അവിടെ ഇവിടെയൊക്കെ മാറാലൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്, ഇന്ന് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നാളെ മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ നമ്മൾ ഇന്ന് തീരുമാനിച്ചു. നാളെ രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് ഇന്ന് ക്ലീൻ ചെയ്യണോ, ഓക്കെ നാളെ ക്ലീൻ ചെയ്താലോ, അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് നീട്ടി വെച്ചാലോ. ഈ നീട്ടി വെക്കുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവർക്ക് ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അതായത് ഈ നീട്ടിവെക്കുന്നതിൽ നമ്മളൊരു ഡോപ്പമിൻ, ഒരു പ്ലഷർ നമ്മൾ കണ്ടെത്തുന്ന പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ നാളെ എന്ന് പറഞ്ഞൊരു ദിവസം നമുക്കുണ്ടോ? സീരിയസ്ലി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നാളെ എന്ന് പറഞ്ഞൊരു ദിവസം ഇല്ല. ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം നാളെ മറ്റൊരു ദിവസമാണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നാളെ നാളെ നീളെ നീളെ എന്ന് പറയുന്നത് പോലെ ഒരിക്കലും നാളെ എന്ന് പറയുന്ന ഒരു ഡേ ഇല്ല. പ്രസന്റ് മൊമെന്റിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെയൊക്കെ ഒരു സൊല്യൂഷൻ വരുന്നത്. എന്തൊരു കാര്യം ആയിക്കോട്ടെ, ഇങ്ങനെ നീട്ടിവെക്കുന്ന, ആ നീട്ടിവെക്കുന്നതിൽ ഒരു സന്തോഷം, ഒരു പ്ലഷർ കണ്ടെത്തുന്ന ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ബിഹേവിയർ, അത്തരത്തിലുള്ള ഒരു സ്വഭാവം നമ്മളിലേക്ക് വരാൻ തുടങ്ങും. എല്ലാം നീട്ടി വെക്കുക. എന്തെങ്കിലും ഒരു കാര്യം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കുക, അത് നീട്ടി വെക്കുക, ഇത് നീട്ടി വെക്കുക, എല്ലാം ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് നമ്മളൊന്നും ചെയ്യത്തില്ല. ഇത്തരം സിറ്റുവേഷൻസ് പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ എന്തോ ഒരു പ്ലഷർ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്ലഷറിന് എന്ത് ചെയ്യണം, ഈ ഒരു പ്ലഷർ കാരണമാണ് ഞാൻ ഈ നീട്ടിവെക്കുന്നത് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എനിക്ക് അതിൽ എന്തോ ഒരു സന്തോഷം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സന്തോഷത്തെ ഞാൻ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ആ ഒരു റിസ്ക് എടുക്കുക. ഓക്കെ, ആ ഒരു റിസ്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. ഈ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു വൃത്തികെട്ട തവളേനെ എടുത്തിട്ട് നമ്മൾ കഴിച്ചു എന്ന് വിചാരിക്കുക. അതിലും മോശമായിട്ടുള്ള ഒരു കാര്യം അന്നത്തെ ദിവസത്തിൽ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം അതിരാവിലെ തന്നെ എണീറ്റിട്ട് ഫസ്റ്റ് ചെയ്ത കാര്യം എന്താണ്, ഒരു വൃത്തികെട്ട തവള. ഓക്കെ, ആ തവളേനെ കാണാൻ തന്നെ വളരെ ഡേർട്ടി ആണ്. ഈ ഒരു ഡേർട്ടി ആയിട്ടുള്ള ഒരു തവളേനെ നമ്മൾ കഴിച്ചു. അന്ന് കഴിച്ച പക്ഷം നമ്മൾക്ക് അതിനേക്കാളും വൃത്തികെട്ട ഒരു കാര്യം അന്നത്തെ ദിവസത്തിൽ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തോന്നും. അതായത് ഇതിൽ പറയുന്ന ഒരു തിയറി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് ഏറ്റവും ടഫ് ആണെന്ന് തോന്നുന്ന ഒരു കാര്യം, നമുക്ക് ഒരുപാട് ടാസ്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടഫ് ആയിട്ട് തോന്നുന്ന കാര്യത്തെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, അത് ആദ്യം ചെയ്യുക. ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് ടഫ് ആയിട്ടുള്ള കാര്യത്തെ ഉൾപ്പെടുത്തുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആ ഒരു ടഫ് ആയിട്ടുള്ള കാര്യം കഴിഞ്ഞു, ഇനിയുള്ളതൊക്കെ കുറച്ച് ഈസിയാണ് എന്നൊരു മെന്റാലിറ്റി നമ്മളിൽ ബിൽഡ് ആവും. ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. നമുക്ക് ആ ഒരു നീട്ടിവെക്കുന്ന സ്വഭാവത്തെ കുറെ കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റും. ടഫ് ആയിട്ടുള്ള കാര്യം ആദ്യം തന്നെ ചെയ്യാം. ഇത്രയും ടഫ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തു, അതിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതൊക്കെ വലിയ സംഭവമൊന്നുമില്ല, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു മെന്റാലിറ്റി നമ്മളിൽ ബിൽഡ് ആവും. അതൊരു സൈക്കോളജിക്കൽ മെത്തേഡാണ്. ആ ഒരു പുസ്തകം നമുക്ക് വായിക്കുകയാണെങ്കിൽ ഇതേ പോയിന്റിൽ എന്താ പറയാ, കുറച്ചും കൂടെ ഡീറ്റെയിൽ ചെയ്തിട്ട് ഈ ഒരു കാര്യത്തെ വിശദീകരിക്കുന്നുണ്ട്. പുസ്തകം നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇതേപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഈ ലേസിനെസ്സും അതേപോലെ തന്നെ ഈ പ്രോക്രാസ്റ്റിനേഷനും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, മെയിൻലി ഈ ലേസിനെസ് എന്ന് പറയുന്നത്, എനിക്കിപ്പോ ഒരു കാര്യം ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ തവളയെ തിന്ന്, അതിന്റെ മലയാളം വേർഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, ലേസിനെസ് എന്ന് പറയുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, നമ്മളത് ക്യാൻസൽ ചെയ്തു, ഈ സമയത്ത് നമുക്ക് റിഗ്രറ്റ് തോന്നാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഞാനൊരു കാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്, മടിയോടുകൂടെ, ഇപ്പോ എന്താ പറയാ, രാവിലെ എണീറ്റിട്ട് ഇന്ന് ഡ്യൂട്ടിക്ക് പോകണം. അപ്പൊ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര മടി ഉണ്ടായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ, ഞാനത് വിളിച്ചിട്ട് എനിക്ക് തലക്കെന്തോ ഭയങ്കര തലവേദന, ഞാനിന്ന് ലീവ് ആയിരിക്കുണ്ടോ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് എന്തൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതപ്പ് മൂടിയിട്ട് ഇങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു ലേസി പേഴ്സന്റെ ഒരു ബിഹേവിയർ ആണത്. അത് ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. അയാൾക്ക് റിഗ്രറ്റ് അല്ല, അയാൾക്ക് സന്തോഷമാണ് ഉണ്ടാകുക. ഓക്കെ, അയാൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഒരു കാര്യം ക്യാൻസൽ ചെയ്തതിന്. അയാളുടെ അയാൾ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്, അതിൽ പെട്ട ഒരു കാര്യം തന്നെയാണെങ്കിൽ പോലും അത് നീട്ടിവെക്കുന്നതിൽ ഒരു റിഗ്രറ്റ് തോന്നാത്തൊരവസ്ഥ. ഇതാണ് ലേസിനെസ് എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ഒരു ലേസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അങ്ങനെ ഒരാളെ നമുക്ക് ലേസി പേഴ്സൺ എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ അത് ലേസിനെസ്. എന്നാൽ ഇതേ സാഹചര്യത്തിൽ
നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു കാര്യം നമ്മൾ ചെയ്തു, അത് നമ്മൾ നീട്ടി വെക്കുന്നു. അതിപ്പോ ചിലപ്പോൾ പല കാരണങ്ങളും കൊണ്ടായിരിക്കാം. നമുക്ക് വേറെ എന്തെങ്കിലും ഡിസീസ് വന്നു, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ മറന്നുപോയി, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്ത് ചെയ്യും എൻഗേജഡ് ആയി പോയി. ഇത്തരം സിറ്റുവേഷൻ നമ്മൾ വിട്ടുപോകുന്ന സാഹചര്യത്തിൽ ഒരു റിഗ്രറ്റും, അതേപോലെ തന്നെ നമുക്കൊരു റിഗ്രറ്റ് തോന്നുന്നതും, അതുപോലെ തന്നെ നമ്മൾക്കൊരു ആങ്സൈറ്റി തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അയ്യോ അതുപോലെ ഇനിയിപ്പോ ഞാൻ ഇതെപ്പോ ചെയ്യും, ഓക്കെ ഇതെന്തൊരു അവസ്ഥയാണ് എന്റേത്, ഈ തരത്തിൽ നമുക്ക് റിഗ്രറ്റ് തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് കുറച്ചും കൂടെ റിഗ്രറ്റ് ഉണ്ടാവും, ഒരു റിഗ്രറ്റ് ഉള്ള ഒരു അവസ്ഥയാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ഒരു ആങ്സൈറ്റി. ആങ്സൈറ്റി എന്ന് പറയുന്ന സമയത്ത് എനിക്കിത് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു എന്താ പറയാ ഒരു ആദി, ഇനി അത് എന്ത് ചെയ്യും, ഇനി അത് എപ്പോ ചെയ്യും എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാവും. ഒരു ലേസി ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു ലേസിനെസിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു റിഗ്രറ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അവർക്കൊരു റിഗ്രറ്റ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ ഒരു അവര് ലേസിനെസ് കാരണം അവർക്ക് ഒരു കാര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് ചിലപ്പോൾ റിഗ്രറ്റ് ഉണ്ടായേക്കാം. ആ ഒരു ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് റിഗ്രറ്റ് ഉണ്ടാവില്ല. അവർക്കൊരു സന്തോഷമായിരിക്കും ചില ആളുകൾക്ക് ഉണ്ടാവുക, ചില ആൾക്ക് സന്തോഷം ഉണ്ടാവില്ല. വളരെ ലേസി ആയിട്ട് വളരെ ഒരു ഫ്രീ മോഡിൽ അവരെന്ത് ചെയ്യും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഈ ലേസി ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ലോ എനർജി ആയിരിക്കും. അവർക്ക് വലിയ എനർജി ഉണ്ടാവില്ല, അവർക്ക് ഒന്നിനും ഒരു കഴിവില്ലാത്തതുപോലെ അവർ തന്നെ. അതിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ലേസി ആയിട്ടുള്ള ഒരു പേഴ്സന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു അയാള് ജസ്റ്റ് നടക്കാൻ പോയി, ഒരു 3 കിലോമീറ്റർ നടക്കാൻ പ്ലാൻ ഇട്ടിട്ടാണ് പോയത്. പക്ഷെ ഒരു 100 മീറ്റർ അപ്പുറത്ത് ഒരു പാർക്ക് ഉണ്ട്. അവിടെ എത്തിയപ്പോ ഇനിയിപ്പോ നടക്കണം, അവിടെ പോയിട്ട് കുറച്ചേരം ഇരിക്കാം എന്ന് കരുതിയിട്ട് ആ ലേസി ആയിട്ടുള്ള പേഴ്സൺ അവിടെ പോയിട്ട് ഇരുന്നു. ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, പുള്ളീനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്, നടക്കാൻ എനിക്ക് ആവുന്നില്ല. മെന്റാലിറ്റി അങ്ങനെയാണ്. അതായത് നടക്കാനൊന്നും എനിക്ക് വയ്യ, എനിക്ക് ഇവിടെ ഇങ്ങനെ കുറച്ചേരം ഇരിക്കാം, ഇങ്ങനെ ഫോൺ എടുക്കാൻ ഒന്നിനും വയ്യ. അയാൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ഭയങ്കര ലേസി ആയിട്ട് ഇരിക്കുന്നു, ഭയങ്കര ഒരു ക്ഷീണിതനായതുപോലെ അയാൾ എന്ത് ചെയ്യാണ്, അയാൾ ഫീൽ ചെയ്യാണ്. എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല, ഓക്കെ ഇനി തിരിച്ചു പോകാം, അങ്ങ് ശാരീരികമായിട്ട് വയ്യ, കുറച്ചേരം കിടക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ്. ഈ സാഹചര്യത്തിൽ അയാൾ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഒരു പട്ടി കടിക്കാൻ വരികയെന്ന് വിചാരിക്കുക. ഒരു പട്ടി കടിക്കാൻ വരികയാണ്, ഭയങ്കര പേ പിടിച്ച പട്ടിയാന്ന് വിചാരിക്കുക, കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഈ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ ഓടുന്ന എനർജി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താ പറയാ, PT ഉഷ ഓടുന്ന പോലെ അയാൾ ഓടും. ഭയങ്കര എനർജി ആയിരിക്കും. ഓക്കെ, ആരതോ അൺമ്യൂട്ട് ആയിട്ടുണ്ടോ? ഹലോ. ഇല്ല, പട്ടി ഓടി തിരിച്ചു പോയതാ, ഓക്കെ അത് കേട്ടില്ല. ഓക്കെ, മ്യൂട്ടാക്കിയിട്ട് ചിരിച്ചോളൂ, എന്നാൽ ബാക്കിയുള്ളവർക്കും കൂടെ. ഓക്കെ ഫൈൻ. ദെൻ അവർ പട്ടി കടിക്കാൻ വരുന്ന സമയത്ത് സാഹചര്യത്തിൽ എന്ത് ചെയ്യുക, അവരെ വേറെ ചിന്തിക്കാനൊന്നുമില്ല. അവിടെ ആരും എന്ത് ചെയ്യുക, എനിക്ക് ലേസിയാണ്, എനിക്ക് പറ്റത്തില്ല, എനിക്കൊന്നിനും പറ്റില്ല, ഓടാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരെ നിൽക്കുവോ, ഇല്ല. അവിടെ എന്ത് ചെയ്യും, ജീവനും കൊണ്ട് ഓടും. കാരണം അവിടെ കടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നമുക്കറിയാലോ, നമ്മുടെ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് മനുഷ്യന്. അത് എപ്പോഴും എന്ത് ചെയ്യും, ഭയങ്കര നമുക്ക് അലേർട്ടാണ്. അപ്പോ നമുക്ക് എന്താ പറയാ, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മളൊന്നില്ലെങ്കിൽ ഫൈറ്റ് ചെയ്യും. ലേസി ആയിട്ടുള്ള ആളുകൾ മിക്കപ്പോഴും ഫ്ലൈ ചെയ്യാറായിരിക്കും പതിവ്. അപ്പോ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ഓടിപ്പോകും. അവർ ഓടുന്ന ഓട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നും. അതായത് പുള്ളി തന്നെ ഓടി കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ പുള്ളി വിചാരിക്കും, എനിക്ക് ഇത്ര എനർജി ഉണ്ടായിരുന്നു, ഞാനിപ്പോ എത്ര കിലോമീറ്റർ ഓടി, ഭയങ്കര എനിക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ടല്ലേ എന്ന് അയാൾ തന്നെ ചിന്തിക്കും. ഇതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ അവരുടെ ഒരു ബിലീഫ് സിസ്റ്റം ആണ്. അതായത് അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്, എനിക്കൊന്നിനും കഴിയില്ല, എനിക്ക് ഓടാനൊന്നും പറ്റത്തില്ല, എനിക്ക് എന്താ പറയാ ഞാൻ ഭയങ്കര ക്ഷീണിതനാണ്. ഈ ഒരു തോട്ട് അവർ തന്നെ പലപ്പോഴും ജനറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു തോട്ട് അവർ തന്നെ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയൊക്കെ പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല. അതായത് നമ്മളെല്ലാം ഒരു ഇൻസ്ട്രക്ഷൻസ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ബേസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്യുന്നു, എനിക്കൊന്നിനും പറ്റത്തില്ല, എനിക്കിന്ന് ഭയങ്കര ക്ഷീണമാണ് എന്നൊരു തോട്ട് പാസ് ചെയ്താൽ നമ്മുടെ ശരീരം മൊത്തം ആ ക്ഷീണത്തിന്റെ ഒരു മോഡിലേക്ക് വരുന്നുണ്ടാവും. ക്ഷീണം മോഡ് ഓൺ ആയി, പിന്നെ ഫുള്ള് നമ്മൾ ക്ഷീണമാണ്, പിന്നെ നമുക്ക് ഒന്നിനും വയ്യ, പിന്നെ നമുക്ക് പണിയെടുക്കാൻ വയ്യ, പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കണം, പിന്നെ നമുക്ക് എന്താ പറയാ ഒന്നും കാണാനും വയ്യ, ചിലപ്പോൾ ചില ആളുകൾ കിടന്ന് ഉറങ്ങും. ഇങ്ങനെ ഒരു ലേസി പേഴ്സൺ ആയിട്ട് നമ്മൾ മാറും. ഓക്കെ, ഇതിന്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ചിന്താഗതി തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ലേസിനെസ് ആയിട്ട് കാണിക്കുന്നത്. പക്ഷെ ഈ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെ എന്താ പറയാ, അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, അവർക്ക് എനർജി ഉണ്ടാവും. ഓക്കെ, അവരെങ്ങനെ എനർജി ഇല്ല എന്ന് പറഞ്ഞ് ചെയ്യല്ല ചെയ്യുക, അവർ എനർജി ഉണ്ടാവും, പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എവിടെ എത്തത്തില്ല. അതായത് പല കാര്യങ്ങളൊക്കെ ഒന്നിനും സമയം കിട്ടാത്തതുപോലെ, അതേപോലെ തന്നെ എന്താ പറയാ ചെയ്ത കാര്യങ്ങളാവും അത് പിന്നെ ചെയ്യാം, അടുത്തപ്പോ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചിലപ്പോൾ മാറിപ്പോവും. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രീ പ്ലാൻഡ് അല്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ട് എന്ത് ചെയ്യും, എല്ലാം കൂടെ കൊളാവുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് അങ്ങനെയുണ്ട്. അവര്
പ്രൊഡക്റ്റീവ് അല്ല, അവർ എനർജറ്റിക് അല്ല എന്നുള്ളതല്ല, അവർ എനർജറ്റിക് ആയിരിക്കും, അവർ പ്രവർത്തിക്കുന്നുണ്ടാവും, പക്ഷെ അവർ ചെയ്യുന്ന ചിലപ്പോൾ പ്രവർത്തികളൊക്കെ ചിലപ്പോൾ ഉപയോഗശൂന്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നീട്ടി വെക്കുന്നുണ്ടാകാം, ചിലപ്പോൾ എന്റർടൈൻമെന്റ് ആയിരിക്കാം, അത്തരം പല കാര്യങ്ങൾ കൊണ്ട് അവർ നീട്ടി വെക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് അവർ പോകും. ഇതാണ് ഈ ഒരു ലേസിനെസ്സും ഈ പ്രോക്രാസ്റ്റിനേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുക. ലേസിനെസ് ആയിട്ടുള്ള ലേസി പേഴ്സണ് സമ്മർദ്ദങ്ങൾ കുറവായിരിക്കും. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് അങ്ങനെ ലേസി ആയിട്ട് ഇരിക്കുക എന്നുള്ളതായിരിക്കും. ഓക്കെ, ലോകത്ത് പ്രശസ്തനായിട്ടുള്ള നോവലിസ്റ്റ്, ഓക്കെ, ഒരു നോവലിസ്റ്റ് ഉണ്ടായിരുന്നു, വിക്ടർ ഹ്യൂഗോ എന്നാണ് പുള്ളിയുടെ പേര്. ഓക്കെ, ഇവിടെ വായിക്കാൻ പറ്റുന്ന അങ്ങനെയാണ്. അപ്പോ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു നോവലിസ്റ്റ് ആണ്. പുള്ളിയുടെ ഒരു നോവൽ എഴുതാൻ പുള്ളി ഭയങ്കര മടിയാണ്. പുള്ളി എപ്പോഴും നോവൽ എഴുതണം എന്നൊക്കെ പ്ലാൻ ചെയ്യും, പിന്നെ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകും. അപ്പോ പുള്ളി തന്നെ എന്ത് ചെയ്തു, അതിനൊരു തീരുമാനം കണ്ടെത്തി. പുള്ളി അതിനൊരു ഡിസിഷൻ കണ്ടെത്തിയത് എന്താ വെച്ചാല് ഒരു കുറുക്ക് വഴിയാണ്, ഒരു സൈക്കോളജിക്കൽ പാർട്ടാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എന്ത് ചെയ്തു, പുള്ളിയുടെ നല്ല ഡ്രസ്സുകൾ ഒക്കെ ഒരു അലമാറയിലിട്ട് പൂട്ടി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഭയങ്കര വികൃതമായിട്ടുള്ള ഒരു ഡ്രസ്സ് പുള്ളി ധരിച്ചു. ഓക്കെ, ഈ ഒരു ഡ്രസ്സ് ധരിച്ചതിന് ശേഷം പുള്ളി അതിട്ടിട്ട് എന്ത് ചെയ്തു, വീട്ടിലിരുന്നു. എന്നിട്ട് പുള്ളി ആ ഡ്രസ്സൊക്കെ അലമാരയിലിട്ട് പൂട്ടിയതിന് ശേഷം അതിന്റെ കീ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചു. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ ക്ലിയർ ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും, കഥ കേൾക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, പുള്ളിക്ക് ഇരുന്നിട്ട് നോവൽ എഴുതണം, ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ആയിരിക്കും. അതിന്റെയൊക്കെ എന്താ പറയാ, അങ്ങനെ ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ എന്ത് ചെയ്തു, പുള്ളി ആ ഡ്രസ്സൊക്കെ കൊടുത്തു. പുറത്തിറങ്ങുന്നതിന്റെ ഒരു നാണക്കേട് കാരണം പുള്ളി പുറത്തിറങ്ങാതെ അവിടെ ഇരുന്നു. ഇരിക്കുന്ന സാഹചര്യത്തിൽ പുള്ളി എന്ത് ചെയ്തു, ആ നോവൽ മുഴുവനായിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്തു. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ നമുക്ക് തന്നെ ഒരു ചലഞ്ച് കൊടുക്കേണ്ടി വരും. നമ്മുടെ ഒരു ലേസി ആണ്, അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നീട്ടി വെക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ ഒരു ചലഞ്ച് കൊടുക്കുക, നമുക്ക് തന്നെ ഒരു പണി കൊടുക്കുക എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. നമ്മളെ കൊണ്ട് തന്നെ നമ്മളെ തന്നെ സ്വയം കഷ്ടപ്പെടുത്തിയിട്ട്, ഓക്കെ, റിസ്ക് എടുക്കാൻ തയ്യാറാകാത്ത ഒരു മെന്റാലിറ്റിക്ക് റിസ്കുകൾ കൊടുക്കുക, റിസ്കുകൾ കൊടുത്ത് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അങ്ങനത്തെ കുറുക്ക് വഴികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരാൾ എപ്പോഴും ഇങ്ങനെ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യമില്ല, ചുമ്മാ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ലിമിറ്റ് സമയങ്ങൾക്ക് എന്ത് ചെയ്യുക, വേറെ ആൾക്ക് ഫോൺ കൊടുക്കുക, എന്റെ ഫോൺ തരരുത് എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിനൊരു നീ ഒരു ലോക്ക് ഇട്ടിട്ട് എനിക്ക് ഫോൺ ഇതാന്ന് പറയാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ലോക്ക് എനിക്ക് ഇന്ന സമയത്തെ പറഞ്ഞു തരാൻ പാടുള്ളൂ എന്നും പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഫോൺ യൂസ് ചെയ്യാതിരിക്കുന്നുണ്ട്, നമ്മൾ കുറച്ച് പ്രൊഡക്റ്റീവ് ആവും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് ഇന്നത്തെ ഒരു ജനറേഷന് സമയം വെറുതെ കളയുന്നതിന്റെ ഒരു മെയിൻ കാരണം ഫോണാണല്ലോ. കാരണം ഒരു ഫോണിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്, അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യും, ഫോണിൽ പ്രവർത്തിക്കാറുണ്ട് എന്നുള്ളത്. ചില ആളുകൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ ഇങ്ങനെ എടുക്കും, ഇങ്ങനെ ഓൺ ചെയ്യും, ഇൻസ്റ്റഗ്രാം ടച്ച് ചെയ്യും, കോൺഷ്യസ്ലി അല്ല. അവർ ചിലപ്പോ ഇൻസ്റ്റഗ്രാം എടുക്കണം എന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ റീൽസ് നോക്കണം എന്നൊന്നും വിചാരിച്ചിട്ടോ പ്രീ പ്ലാൻഡ് ഒന്നുമല്ല, എടുക്കുന്നു, നോക്കുന്നു, അതൊരു ഓട്ടോമാറ്റിക്കലി ഒരു പ്രോസസ് ആയിട്ട് ഇങ്ങനെ പോവുക. മെയിൻ ആയിട്ടുള്ള 1, 2, 3 ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഒന്നുകിൽ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇത്തരത്തിൽ, അല്ലെങ്കിൽ വാട്സപ്പ്, ഇതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. ഇതൊരു എന്താ പറയാ, ഇതൊരു നമ്മുടെ ബ്രെയിനിനെ ശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബ്രെയിനിനെ ശീലിപ്പിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ബ്രെയിൻ ഇത് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ തുടങ്ങും. ബ്രെയിനിന്റെ ഒരു സിസ്റ്റം അങ്ങനെയാണല്ലോ. ബ്രെയിനിനെ പറയാറുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേബി മൈൻഡ് എന്നാ പറയാം. അതായത് ഒരു കുട്ടിയെ പോലെയാണ്, നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ തന്നെ എന്ത് ചെയ്യും, അതങ്ങോട്ട് ഉൾക്കൊള്ളും. നമ്മൾ ഇങ്ങനെ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഒരു പ്രോസസ് ആയിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ ശീലമായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഫോൺ എടുക്കുന്നു, റീൽസ് എടുക്കുന്നു, സ്ക്രോൾ ചെയ്യുന്നു, പ്രത്യേകിച്ച് ഒരു കാരണമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തൊക്കെയോ പരിപാടികളോട് മിസ്സാവുന്നുണ്ടാവും, നമ്മളിതൊന്നും അറിയുന്ന പോലും ഉണ്ടാവില്ല. ഇത്തരം സിറ്റുവേഷൻസ് ആളുകൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനെന്ത് ചെയ്യാം, ഇത്തരത്തിൽ നമുക്ക് തന്നെ ഒരു ചലഞ്ചസ് കൊടുക്കാം. അപ്പൊ ഇദ്ദേഹം ചെയ്തതുപോലെ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ചലഞ്ചസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ പറയുന്ന മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ മാറും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പേഴ്സണാലിറ്റിന്റെ ഒരു തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ പറയുന്ന മറ്റൊരു തിയറി എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റ് ആണ് 60% അപ്പോ നമ്മുടെ പേഴ്സണാലിറ്റീനെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ചാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഒരു വ്യക്തി എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ഒരു ബിസി ആയിട്ടുള്ള ഒരു ടൗണിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിലേക്ക് പോകുമ്പോൾ
അവന് അവിടുത്തെ ഒരു സിറ്റിയും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കൾച്ചറുമായിട്ടൊക്കെ അങ്ങ് പൊരുത്തപ്പെടാൻ തുടങ്ങും. അവന്റെ സ്വഭാവമൊക്കെ അതിനനുസരിച്ച് മാറാൻ തുടങ്ങും. നാട്ടും പുറത്തുള്ള ഒരാൾ സിറ്റി പോയാൽ എന്ത് ചെയ്യും? ഒരു സിറ്റി മൈൻഡ്, ഒരു സിറ്റി പേഴ്സൺ ആയിട്ട് അവൻ നാട്ടിലേക്ക് തിരിച്ചു വരും. ഇതേപോലെ നമ്മുടെ ചുറ്റുപാടുകൾ എന്താണോ ഇതിനനുസരിച്ച് നമ്മൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾക്ക് എങ്ങനെയാണോ മാറേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക? നമ്മുടെ ചുറ്റുപാടുകളെ മാറ്റാൻ ശ്രമിക്കുക. ഇതിൽ പേഴ്സണാലിറ്റി സൈക്കോളജിയിലുള്ള ഒരു 2 പേഴ്സണാലിറ്റിനെ ഞാൻ എക്സാമ്പിൾ ചെയ്തു തരാം. അതിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഉത്തരം കൂടെ ഉണ്ടാവും. അതായത് എനിഗ്രാം ടൈപ്പ് 9 എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ടോട്ടൽ പേഴ്സണാലിറ്റിയിൽ ഏറ്റവും എന്താ പറയാ സൈലന്റ് ആയിട്ടുള്ള, ഏറ്റവും ലേസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് ഈ ഒരു പേഴ്സണാലിറ്റിനെ കുറിച്ച് പറയുന്നത്. അതായത് ഈ ഒരു പേഴ്സണാലിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മളിപ്പോ പറയല്ലോ, ഇപ്പൊ ഗാന്ധിജീന്റെ ഒരു മനോഭാവം, ഒരു കവളത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കവള് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി പോലെ, അത്രയും ഒരു ഇവരെ ഉപമിക്കുന്നത് എലിഫന്റുമായിട്ടൊക്കെയാണ്. എലിഫന്റിനെ കണ്ടിട്ടില്ല, ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക, പ്രത്യേകിച്ച് അങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല ഇങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല. ചിലപ്പോ വിശന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇവരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പോലും ഇവർക്ക് ഭയങ്കര മടിയായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഒരു ഫാൻ ഇടുന്നതായിക്കോട്ടെ, നമ്മളിപ്പോ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യുന്നതായിക്കോട്ടെ, റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതോ, എല്ലാത്തിനോടും ഭയങ്കര ഒരു മടി. ജോലിക്ക് പോകാൻ മടി, രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചെയ്യാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടി, എല്ലാത്തിനോടും മടി. ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലസമായിട്ട് ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മളിങ്ങനെ മടി പിടിച്ചിരിക്കുക എന്ന് പറയില്ലേ, അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്വഭാവമായിരിക്കും. ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവരുടെ മൈൻഡിൽ ഭയങ്കര ഒരു സ്വർഗം എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയാം, ഒരു സോഫ, അവിടെ കഴിക്കാൻ കുറച്ച് സ്നാക്സ്, കഴിക്കാൻ വന്ന കുറച്ച് ഡ്രിങ്ക്സ്, പിന്നെ ഒരു TV, കയ്യിൽ റിമോട്ട്, ഇവിടെ സൈഡിൽ ഒരു ഫോണ്, സ്വർഗം. അവർക്ക് ഭയങ്കര ഹെവൻലി ഫീൽ ആയിരിക്കും അത്. കാരണം അത്രയും സുഖമുള്ള ഒരു ലോകം വേറെ ഉണ്ടോ എന്ന് അവർ ചിന്തിക്കും. ആ ഒരു പേഴ്സണാലിറ്റിന്റെ പ്രത്യേകതയാണത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ലേസി ആയിട്ടിരിക്കുന്ന ഒരു ബിഹേവിയർ ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ലൈഫിൽ എല്ലാ കാര്യങ്ങളെയും ലേസി ആയിട്ട് കാണുന്നൊരു സ്വഭാവവും അവർക്ക് ഉണ്ടാവും. ഒന്നിനും ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. ഒരു സീരിയസ് മാറ്റർ ഉണ്ടെങ്കിൽ, എടാ അടുത്ത മാസം നിന്റെ ഇതല്ലേ എക്സാം അല്ലേ, നീ എന്തിങ്ങനെ എന്താ പറയാ പൊട്ടനെ പോലെ ഇരിക്കുന്നത്, പഠിക്ക് നീ എന്നൊക്കെ പറയുന്ന സമയത്ത്, ഒരു 2 ദിവസം ഉണ്ടല്ലോ, ഓക്കെ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ TV കാണാനിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനിരിക്കും. എടാ നാളെ അല്ലേ നിന്റെ മീറ്റിംഗ്, നിനക്കൊന്ന് പ്രിപ്പയർ ചെയ്യണ്ടേ, അല്ലെങ്കിൽ നിന്റെ ക്ലാസ് നാളെ അല്ലേ, നിനക്കൊന്ന് പ്രിപ്പറേഷൻ നടത്തണ്ടേ എന്ന് പറയുന്ന സമയം, അത് കുറച്ച് സമയമുണ്ടല്ലോ ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ നീട്ടിവെക്കുകയും ലേസി ആയിട്ടിരിക്കുകയും. ഇവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലേസിനെസ്സിന് ഒരു എക്സാമ്പിൾ. ഓക്കെ, ഈ ഒരു 9 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ലേസിനെസ്സിന് ഒരു പക്ക എക്സാമ്പിൾ ആണ്. ഈവൻ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണാലിറ്റിനെ ഗൂഗിൾ ചെയ്താൽ പോലും കാണാൻ പറ്റും. ഓക്കെ, ഡീറ്റെയിലിംഗ് ഒക്കെ. അപ്പൊ അതേപോലെ ഈ ഒരു പേഴ്സണാലിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ലേസിയാണ്. ഇവർ ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഇവർക്ക് ഉണ്ടാവും. ഇവർക്ക് പ്രൊക്രാസ്റ്റിനേഷൻ ഓൾറെഡി ഉണ്ട്, പക്ഷെ ഇവർ എന്താ പറയുക, ഒരു ലേസി പേഴ്സൺ ആണ്. ഇവർക്ക് റിഗ്രറ്റ് വളരെ കുറവായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് വലിയ റിഗ്രറ്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, മടി പിടിച്ചിരിക്കുന്നതും, അതുപോലെ തന്നെ എന്താ പറയാ, ഓക്കെ, എല്ലാത്തിനും ഒരു നെവർ മൈൻഡ് ആക്കുന്ന, സീരിയസ്നെസ് കൊടുക്കാതിരിക്കുക. അതേപോലെ തന്നെ അവരുടെ ഒരു ശാന്ത പ്രകൃതരാണ്. അവര് വയലൻസിനൊന്നും പോകാൻ സാധ്യതയില്ല. സ്കൂളിൽ തന്നെ പരിപാടി ഉണ്ടെങ്കിൽ, ഇന്ന് സ്കൂളിൽ പോകണ്ട, ലീവ് എടുക്കാം, എന്നിട്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഓഫീസിൽ ഇന്ന് പരിപാടിയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം റൂമിൽ കിടന്നുറങ്ങാം, നിർബന്ധമില്ല, ഓഫീസിൽ എൻജോയ് ചെയ്യാനുള്ള ആളുകൾക്ക് വരാം എന്ന് പറയുന്ന സമയത്ത് അവർ ഇന്ന് കിടന്നുറങ്ങാം എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. അവർ ലീവുള്ള എന്താ പറയാ, റൂമൊക്കെ കഴിഞ്ഞിട്ട്, ജോലി കഴിഞ്ഞിട്ട് എന്താ പറയാ പുറത്ത് പോയിട്ട് ജിമ്മിൽ പോകാം, കുറച്ചെന്ത് ചെയ്യാം, ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ചില്ല് ചെയ്യാൻ പുറത്തൊക്കെ പോയിട്ട് ഒന്ന് വൈബാക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങിയിട്ട്, കുക്ക് ചെയ്യാൻ അവർക്ക് മടിയായിരിക്കും ചിലപ്പോൾ, എന്തെങ്കിലുമൊക്കെ ഫുഡ് പാർസൽ വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു, റൂമിൽ പോയിട്ട് അതും കഴിച്ചിട്ട് കിടന്നു ഉറങ്ങാം, ചിലപ്പോൾ TV ആണല്ലേ, സിനിമ കാണാം. ഇങ്ങനത്തെ ഒരു പ്ലാൻ ആയിരിക്കും അവർ ചെയ്യുക. കാരണം അവർക്ക് ഇഷ്ടമാണ്. അതാണ് ഈ ഒരു പേഴ്സണാലിറ്റീന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവര് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇവര് സക്സസ് ആവാൻ കുറെ പണിയാണ്. ഇവരൊന്ന് രക്ഷപ്പെട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ദ പീസ് മേക്കർ എന്ന് പറയും ഈ ഒരു പേഴ്സണാലിറ്റിക്ക്. ഓക്കെ, ദ പീസ് മേക്കർ എന്നാണ് ഈ ഒരു പേഴ്സണാലിറ്റിക്ക് പറയാറുള്ളത്. ഈ ഒരു പേഴ്സണാലിറ്റീന്റെ സ്വഭാവം ചിലപ്പോൾ നമ്മളിലോ, ഇത് ചിലപ്പോ എക്സാക്ട്ലി നമ്മൾ ഈ പേഴ്സണാലിറ്റി ആവണമെന്നില്ല, ഈ പേഴ്സണാലിറ്റീന്റെ ചെറിയൊരു അംശം നമ്മളിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഈ പേഴ്സണാലിറ്റീന്റെ കുറച്ച് അംശങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാവാനും പകരാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ പറയാ, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ചായ്വ് ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തുക. അപ്പൊ നമ്മൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്
ഒരാൾക്ക് മാറാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കതിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കുക. നമ്മൾ റിയലൈസ് ചെയ്യുന്നതും നമ്മൾ തീരുമാനിക്കുന്നതുമാണ് നമ്മുടെ ചേഞ്ചിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഞാൻ വിചാരിക്കാത്ത പക്ഷം ലോകത്ത് ഒരു ശക്തിക്ക് എന്നെ മാറ്റാൻ കഴിയില്ല. ഞാൻ മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അമ്മ കുറെ പൂജ ചെയ്യുന്നു, അവിടെ അവരോട് പറയുന്നു, ഇവരോട് പറയുന്നു, നിരന്തരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ കാരണം എനിക്ക് തോന്നുന്നില്ല. ഇതിനേക്കാളെല്ലാം ഉപരി എനിക്ക് എന്നിലേക്ക് ആ ഒരു തോട്ട് ഇൻജെക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് ആ തോട്ട് വരണം. ഞാൻ മാറണമെന്നുണ്ടെങ്കിൽ എന്നിൽ ആ ഒരു തോട്ട് വരണം. തോട്ട് വന്നാൽ മാത്രം പോരാ, ഈ തോട്ട് ഞാൻ ഉൾക്കൊള്ളുകയും യെസ് എനിക്ക് ചേഞ്ച് ചെയ്യണം എന്ന് പറയാൻ വേണം. ഈ കൗൺസിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ എന്ത് ചെയ്യും, ഈ നമ്മളെ ഈ ഗുണ്ടകൾക്കൊക്കെ കൊട്ടേഷൻ കൊടുക്കുന്നത് പോലെ നമ്മുടെ മുമ്പിൽ കൊട്ടേഷൻസ് ആയിട്ട് ചില പിള്ളേരെ കൊണ്ടുവരും. ഇവക്ക് ഇങ്ങനെയാണ്, ഇവക്ക് അങ്ങനെ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, അവളൊന്ന് മാറ്റണം, അല്ലെ? മറ്റൊരാളെ മാറ്റാൻ എന്ത് ചെയ്യുന്നു, വേറൊരാള് കൊട്ടേഷൻ തരുന്നു. ഭർത്താവിനെ മാറ്റാൻ എന്ത് ചെയ്യുന്നു, ഭാര്യ കൊട്ടേഷൻ ചെയ്യുന്നു. അങ്ങേര് ശരിയല്ല, അങ്ങേരെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ഒരു കൗൺസിലർ ഇത് കൊണ്ടുപോവാണ്. അതേപോലെ തന്നെ എന്താ പറയാ, വൈഫ് ശരിയല്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ ശരിയാണ്, എന്റെ കാര്യം എനിക്ക് കുഴപ്പമൊന്നുമില്ല, വൈഫിന് ഫുള്ള് പ്രശ്നമാണ്, വൈഫിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് കൗൺസിലർ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുപോവാണ്. ആരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം, അവരെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ശ്രമിക്കാം. ഇതിന്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് അവർ വില്ലിങ് ആവണം. ഒരാളെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്കൊരു അറ്റൻഷൻ കിട്ടണ്ടേ? ഞാൻ എന്റെ തീരുമാനത്തിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ ഒരു അറ്റൻഷൻ കിട്ടും. ഞാൻ അയാൾ പറയുന്നത് എന്താണെന്നുള്ളത് മിനിമം ശ്രദ്ധിക്കുകയും ചെയ്യും. എന്റെ ആവശ്യമാണ്. ഇവിടെ ഇപ്പൊ നമുക്കിപ്പോ ക്ലാസ്സിൽ വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിഹേവിയർ നമുക്കോ നമ്മുടെ പരിസരത്തുള്ള ആർക്കെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു നോളജ് അക്യൂർ ചെയ്യാനെങ്കിലും ആവശ്യമുള്ള ആളുകളായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ഇത് എന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് നീട്ടി വെക്കുന്ന ആളുകളില്ലേ. അപ്പോ ഇങ്ങനൊരു ക്ലാസ് ഉണ്ട്, അത് കേറണോ, അല്ലെ വേണ്ട, റീൽസ് കാണാം, അല്ലെങ്കിൽ ഒരു സിനിമ കാണാം, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വിളിച്ച് ചുമ്മാ എന്തെങ്കിലും സംസാരിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളല്ലേ ഭൂരിപക്ഷം ഉള്ളത്. കുറച്ച് കേൾക്കുന്ന ഇത് കേട്ടിട്ട് വലിയ കാര്യമില്ല എന്ന് ചിന്തിച്ചിട്ട് പോകുന്ന ആളുകൾ ഒരുപാടില്ലേ. അതായത് നമ്മളുടെ ചിന്താഗതി തന്നെയാണ് ബേസിക്കലി നമ്മൾ മാറാനുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാറണം എന്നുള്ള ഒരു ചിന്ത നമ്മൾ ഉൾക്കൊള്ളുകണം. നമ്മൾ ആ ഒരു ചിന്ത ഉൾക്കൊള്ളണം. നമ്മൾ അക്സെപ്റ്റ് ചെയ്യേ എനിക്ക് മാറണം, എന്റെ ഈ ഒരു സ്വഭാവം എനിക്ക് മാറ്റണം. ഈ ഒരു ചിന്ത നമ്മളിലേക്ക് വരാത്ത പക്ഷം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, മാറാൻ പറ്റണമെന്നില്ല. അടുത്ത പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയുള്ള മറ്റൊരു ടൈപ്പാണ് 4 എന്ന് പറയുന്ന എനിഗ്രാമിൽ 4 എന്ന് പറയുന്ന ദ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഈ ഒരു പേഴ്സണാലിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പൊതുവെ കലാകാരന്മാരാണ്. ഇവർക്ക് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവരും ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് അന്തർമുഖരായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. കുറച്ച് ഒരു ഇൻട്രോവേർട്ട് ചായ്വുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും ഇവരുടെ ഒരു സ്വഭാവ രീതിയൊക്കെ. ഇവർക്ക് കൂടുതലും ഈ എന്താ പറയാ, ഒരു ചമ്മലാണ്, ഒരു ഗിൽറ്റിയാണ് ഇവർക്ക് കൂടുതൽ. മടീനെക്കാളും കൂടുതൽ ഒരു ചമ്മല് പോലെ. ഓക്കെ, അതിപ്പോ അവരുടെയൊക്കെ മുമ്പ് പോകണ്ടേ, അതെങ്കിലൊക്കെ ചെയ്യണ്ടേ, അത്തരത്തില് സോഷ്യലി കുറച്ചും കൂടെ കണക്ട് ആണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇവർ പലപ്പോഴും സാഹചര്യങ്ങൾ, ഇവർക്ക് പ്രോക്രാസ്റ്റിനേഷൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ലേസിനെസിനെക്കാളും കൂടുതൽ പ്രോക്രാസ്റ്റിനേഷൻ ആയിരിക്കും. പിന്നെ എഴുതാം, കാര്യങ്ങൾ നീട്ടി വെക്കുന്നത് പോലെ. ഞാൻ നേരത്തെ ഒരു കവിന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഈ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോ ഒരു പാട്ടുകാരൻ ഒരു പാട്ട് എഴുതണം എന്ന് വിചാരിച്ചിട്ട് എത്രയോ കൊല്ലായി ഒരു പാട്ട് പാടി സ്വന്തമായിട്ട് രചിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇതുവരെ നടന്നിട്ടില്ല. ഒരു കവിത എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കണം, അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതണം എന്നുള്ള മെന്റാലിറ്റിയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ ഇവര് എത്രയോ വർഷങ്ങളായി ഈ മെന്റാലിറ്റിയും കൊണ്ട് നടക്കുന്നു. വിചാരിച്ചാൽ ചിലപ്പോൾ ഒരാഴ്ച മതിയാവും, പക്ഷെ അവര് വിചാരിക്കത്തില്ല. വിചാരിച്ചാലും പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, അവിടെ കല്യാണം വരുന്നു, ഇവിടെ എന്തെങ്കിലും പരിപാടികൾ വരുന്നു, എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടികളോ ജോലിയോ അതോ ഇതൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഇതിങ്ങനെ നീണ്ടു പൊക്കോണ്ടേയിരിക്കും. അപ്പോ ഈ 9 എന്ന് പറയുന്നതിനെ പെർഫെക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻട്രോവേർട്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ 4 എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിനെ നമുക്കൊരു പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇവർക്ക് കൂടുതലും ഈ ഒരു നീട്ടിവെക്കുന്ന സ്വഭാവമായിരിക്കും ഇവർക്ക് കൂടുതലും ഉണ്ടാവുക. ഇവരെല്ലാ കാര്യങ്ങളും നീട്ടിവെക്കുക. അതേപോലെ തന്നെ ഇവർക്ക് റിഗ്രറ്റ് കൂടുതലായിരിക്കും. ഈ 4ന് റിഗ്രറ്റ് കൂടുതലാണ്. ഇവര് എന്താ പറയാ, സ്വന്തത്തെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാന്ന് പറയാറുണ്ട്. ഓക്കെ, അതായത് സ്വന്തം സെൽഫിനെ ഞാൻ ഓക്കെ അല്ല, എനിക്കെന്താ കുഴപ്പം, അതേപോലെ തന്നെ ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്താണ് എന്റെ അവസ്ഥ, എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതേപോലത്തെയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് 4 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി.
ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഇവരിങ്ങനെ നീട്ടി വെക്കുന്ന ഒരു സ്വഭാവമായിരിക്കും ഇവർക്ക് കൂടുതൽ ഉണ്ടാവുക. അതേപോലെ തന്നെ ഇവർക്ക് അതിൽ അതിയായിട്ടുള്ള റിഗ്രറ്റ് ഉണ്ടാവും. നീട്ടി വെക്കുന്നതിൽ അതേ നീട്ടി വെച്ചല്ലോ എന്നുള്ള റിഗ്രറ്റ് ഇവർക്ക് കൂടുതലായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഹൈലി സെൻസിറ്റീവ് ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആളുകൾ ഭയങ്കര ഇമോഷണൽ ആകുന്നത്, പെട്ടെന്ന് ഇമോഷണൽ ആകുക, പെട്ടെന്ന് എന്താ പറയാ ഡൗൺ ആകുക, ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം ഈ 4 എന്ന് പറയുന്ന പേഴ്സണാലിറ്റിക്ക് ഉണ്ടാവും. അപ്പൊ നമ്മളിൽ ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ലേസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാം. ഓക്കെ, 4 എക്സാക്ട്ലി ഇൻട്രോവേർട്ട് അല്ല, പക്ഷെ അവർക്ക് ഇൻട്രോവേർട്ടിന്റെ കുറച്ച് സ്വഭാവ രീതികളുണ്ട്. അത് അവരുടെ ഒരു പേഴ്സണാലിറ്റിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഈ ഡാർവിൻ മൊണാലിസ എന്ന് പറയുന്ന ഡാർവിൻജി മൊണാലിസ എന്ന് പറയുന്ന ആ ഒരു പിക്ചർ, ഓക്കെ, അത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഡാർവിൻജി എന്ത് ചെയ്തു, മൊണാലിസ എന്ന് പറയുന്ന ഒരു പിക്ചർ വരച്ചെടുത്തു. ഇത് വരച്ചെടുക്കാൻ അദ്ദേഹം എത്ര കാലയളവ് എടുത്തു എന്ന് ആർക്കെങ്കിലും അറിയോ? ജസ്റ്റ് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയാം. ഡാർവിൻജി മൊണാലിസ എന്ന് പറയുന്ന തന്റെ ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ എത്ര വർഷം എടുത്തു എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? കുറെ വർഷം എടുത്തു, എക്സാക്ട് ആയിട്ട് അറിയത്തില്ല. ഓക്കെ, അതെന്ത് മറുപടിയാണ്? ഓക്കെ അറിയില്ല. ഓക്കെ, ഹിസ്റ്ററി പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 വർഷം എടുത്തു എന്നുള്ളതാ. 15 16 വർഷം വരെയൊക്കെ പറയുന്നുണ്ട്. ഗൂഗിളിൽ ഞാൻ അങ്ങനെയാ കണ്ടത്. 16 വർഷം എടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ 15 ആയിക്കോട്ടെ, 15 15 16 വർഷമാണ് പറയുന്നത്. അപ്പൊ ഈ 16 വർഷം ഒരു ആർട്ടിന് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഇതിൽ ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിനൊരു പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. ഒന്ന്, 16 വർഷം എടുത്തിട്ട് ഒരു ആർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളീന്റെ ഒരു ബയോഗ്രാഫിയിലൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു ലേസി പേഴ്സൺ ആണെന്ന് പറയുന്നുണ്ട്. പുള്ളിക്ക് ഈ പറഞ്ഞ നീട്ടിവെക്കുന്ന സ്വഭാവവും അലസതയും മടിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇതിന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളിയുടെ ബിഹേവിയറിനെ കുറിച്ചൊക്കെ. അപ്പൊ ആ ഒരു സ്വഭാവം കൊണ്ടായിരിക്കാം പുള്ളി ചിലപ്പോ 16 വർഷം എന്ന് പറയുന്നത് ചെറിയ ഡ്യൂറേഷൻ ഒന്നല്ല, ഒരു വർഷം എന്നല്ല പറയുന്നത്, 16 വർഷം എന്നാണ്. അപ്പൊ നമ്മുടെ ഒരു ആയുസിന്റെ നല്ലൊരു അംശമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ പുള്ളി അത്രയും വർഷം എടുത്തിട്ട് ഇത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതിലൊരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന് പറയുന്നത് കാരണം അതാണ്. അതായത് അത്രയും വർഷം എടുത്ത് ചെയ്തതിന് ഒരു റിസൾട്ട് ഉണ്ട്, ലോകോത്തരമായിട്ട് അറിയപ്പെട്ട ഒരു ചിത്രമായിട്ട് അത് മാറി. ഓക്കെ, ചിലപ്പോ ഇനി പേഴ്സണലി പുള്ളിയോട് അറിയുന്ന ആരെങ്കിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 16 വർഷം എടുത്തിട്ട് ആ ചിത്രം വരച്ചതിൽ അഭിമാനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ചിലപ്പോൾ പുള്ളി പറയും ഇല്ല, ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരു വർഷം കൊണ്ടത് ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് ആ 15 വർഷം ഞാനതുവരെ ചെലവഴിച്ചതിന് എനിക്ക് റിഗ്രറ്റ് ആണുള്ളതെന്ന് പുള്ളി ചിലപ്പോൾ പറയായിരിക്കും. എനിക്കറിയത്തില്ല പുള്ളി ഇങ്ങനെ പറയുന്നുള്ളത്. ഇതിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളൊക്കെ നടത്താറുണ്ടായിരുന്നു. ചില ആളുകൾ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല, പുള്ളിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി അതിനെ കുറിച്ച് പഠിച്ചതാണ്, ഒരാളുടെ ഓരോ ഇമോഷൻസിനെ കുറിച്ചിട്ടും ആ ഇമോഷൻസ് വരാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ പുള്ളി പഠിച്ച് അങ്ങനെ എഴുതിയതാണ്, അങ്ങനെ വരച്ചതാണ്, അതുകൊണ്ടാണ് അത്ര സമയം എടുത്തത് എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ബേസിക്കലി ചിന്തിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരമല്ല അത്. കാരണം അത്രയും വർഷം എടുത്തു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ നമ്മൾ ടൈം എടുത്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത് റിസൾട്ട് ഉണ്ടാവില്ല എന്നൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നന്നായിട്ട് പ്രയത്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കുന്ന റിസൾട്ടിന്റെ വേഗത നമുക്ക് കുറച്ചുകൂടെ കുറക്കാൻ പറ്റും. അതായത് നമ്മൾ ഒരു വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യം ചിലപ്പോൾ നമുക്ക് ഒരു മാസം കൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മളുടെ എഫേർട്ട് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേസിനെസ്, നമ്മുടെ നീട്ടി വെക്കുന്ന സ്വഭാവമൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും വേഗത കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് ആയിട്ടുള്ള കുറച്ച് സൊല്യൂഷൻസ് മാത്രമായിട്ട് പറഞ്ഞുതരാം. കുറച്ച് പുസ്തകങ്ങളിൽ നിന്നും റെഫറൻസ് എടുത്തിട്ടുള്ളതും കുറെ ആളുകൾ പഠനങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ പേഴ്സണലി ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. സാർ, വിക്ടർ ഹ്യൂഗോയുടെ ബുക്കിന്റെ പേരൊന്ന് പറയാവോ? സാർ പറഞ്ഞ സ്റ്റോറി പറഞ്ഞായിരുന്നല്ലോ, അത് ഏത് ബുക്കിലാണെന്നൊന്ന് പറയാവോ? അതായത് ആർട്ടിസ്റ്റിന്റെ പറഞ്ഞില്ലേ അയാളെ? അത് നോക്കണം, ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടില്ല, പുസ്തകം ഞാൻ നോട്ട് ചെയ്തില്ല. ഓക്കെ. ഒരു ഡൗട്ടും കൂടെ, ഈ പ്രൊക്രാസ്റ്റിനേഷനും ലേസിനെസ്സും ഒരുമിച്ച് വരുന്ന പേഴ്സണാലിറ്റി ഉണ്ടോ രണ്ടും?
അപ്പൊ ഒരുമിച്ച് വരാലോ. ലേസി ആയിട്ടുള്ള ഒരാൾക്ക് പ്രൊക്രാസ്റ്റിനേഷൻ വരാലോ സ്വാഭാവികമായിട്ട്. അല്ല അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി കൂടുതലാണ്. അപ്പൊ തിരിച്ചാണ് സാധ്യത കുറവുള്ളത്. അതായത് നീട്ടി വെക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാള് ലേസി അവിടെ നിർബന്ധമില്ല. അതാണ് പോയിന്റ്. പക്ഷെ ലേസി ആയിട്ടുള്ള ഒരാൾ നീട്ടി വെക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാവാം. സാറേ Okay. സാറേ Yeah. ഇതിനിടയ്ക്ക് ഒരു 2 തരം പേഴ്സണാലിറ്റിനെ പറ്റി പറഞ്ഞല്ലോ. എന്താ ഓഫോ? ഞങ്ങൾക്ക് സ്പെല്ലിംഗ് മനസ്സിലായില്ല. എന്താ സാർ അത്? 2 ഒന്ന് ദ പീസ് മേക്കർ, പീസ് രണ്ടാമത്തെ മേക്കറോ? ദ പീസ് മേക്കർ, സമാധാന പ്രിയർ എന്ന് മലയാളത്തിൽ പറയും. അതൊന്ന്. പിന്നെ ഫോർത്ത് വൺ ദ ആർട്ടിസ്റ്റ്, കലാകാരൻ. അല്ല അതല്ലാണ്ട് സാർ വേറെ പറഞ്ഞല്ലോ, ഓഫ്ന്നോ അങ്ങനെ എന്തോ ആയിട്ട് 2 പേഴ്സണാലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഒരു ഈ പീസ് മേക്കർ അല്ലാണ്ട് എനിക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. സോറി. എന്തോ ഓക്കെ, രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ പീസ് മേക്കർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഫോർത്ത് വൺ ആർട്ടോ? ആർട്ടിസ്റ്റ് കലാകാരൻ. ആർട്ടിസ്റ്റ് മനസ്സിലായി. ഓക്കെ. ആക്ച്വലി ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഈ പേഴ്സണാലിറ്റി സൈക്കോളജിന്റെ ഒരു കോഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇതാണ്. അതായത് നമ്മൾ 9 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി, 9 തരം പേഴ്സണാലിറ്റി. അതിൽ 9ാമത്തെ നമ്പറാണ് ഈ പീസ് മേക്കർ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി. 4ാമത്തെ നമ്പറാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി. ഈവൻ നിങ്ങൾക്ക് അത് ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറ്റും. എനിഗ്രാം എന്നുള്ളതാണ് ഇതിന്റെ കോഡ്. സാർ ആ വാക്കാണ്. എന്താണ് ഇന്നിഗ്രാം? എനിഗ്രാം. എന്താ സ്പെല്ലിംഗ്? ENN I A ഗ്രാം മനസ്സിലായി. എനിഗ്രാം എന്താ പറയാ? എനിഗ്രാം പേഴ്സണാലിറ്റിയോ? സോറി, ഡബിൾ എൻ കഴിഞ്ഞിട്ട് I അല്ല, E ആയിരുന്നു. അപ്പൊ ഒന്നുകൂടി പറയോ? എനിഗ്രാം. യെസ്, അങ്ങനെ. യെസ്. ഓക്കെ. സ്പെല്ലിങ്സ് ഒക്കെ ഗൂഗിൾ തിരുത്തി തന്നോളൂ. യെസ്, അങ്ങനെ വന്നു. എനിഗ്രാം മനസ്സിലായി. ഓക്കെ. എനിഗ്രാം ടൈപ്പ് 9 എന്ന് അടിച്ചെടുത്താൽ അത് കിട്ടും. എനിഗ്രാം ടൈപ്പ് 4 എന്ന് അടിച്ചെടുത്താൽ ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റ് കിട്ടും. ഞാൻ പറഞ്ഞത് ഈ എനിഗ്രാമിന്റെ കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതാണ് ഞാൻ ബേസിക്കലി എന്റെ കർത്തവ്യം അതാണ്. ആ ഒരു കോഴ്സ് നമ്മൾ മന്ത്ലി ഓരോ ബാച്ച് ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് വിംബിൾ അക്കാദമിയുടെ കീഴിൽ. നമുക്ക് ആ കോഴ്സിന്റെ ഫീ വരുന്നത് 600 രൂപയാണ്. 600 രൂപ, 500 രൂപ. യെസ്. അപ്പോ സാറിന് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ ഉപകാരപ്പെടും. 5 ഡേയ്സിന്റെ ഓൺലൈൻ വർക്ക്ഷോപ്പാണ്. ഈ ടോപ്പിക്കിലേക്ക് വരാം. ഇനി എന്തെങ്കിലും വേറെ സംശയങ്ങളുടെ ചോദിക്കാം. ആ പെർട്ടിക്കുലർ വേർഡ് ഇല്ലേ, എനിയാഗ്രാം എന്ന് പറയുന്ന ആ വേർഡ് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് പറയാമോ? അത് 9ആൽ എഴുതപ്പെട്ടത് എന്നുള്ളതാണ്. എനിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 എന്നുള്ളതും ഗ്രാമ എന്നുള്ളത് എഴുതപ്പെട്ടത് എന്നുള്ളത് ഒരു മീനിങ്ങിലാണ് വരിക. 9 പാർട്സ്, 9ആൽ എഴുതപ്പെട്ടത്, 9ആൽ വിഭജിക്കപ്പെട്ടത് എന്നൊക്കെ മലയാളത്തിൽ അർത്ഥമുണ്ട്. 9 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. ഇതിനെ തന്നെ നമുക്ക് 18 ടൈപ്സിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, എന്താ പറയാ കൂട്ടാൻ പറ്റും. അതെ, നമ്മുടെ ഈ പേഴ്സണാലിറ്റി ടൈപ്സും പോലെ വേറൊരു സംഭവമാണിത്. യെസ്, അതായത് ഇതിൽ ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും എക്സാക്ട്ലി നമ്മളുടെ ബേസിക് പേഴ്സണാലിറ്റി. ഇതിൽ പലതരത്തിലുള്ള ചേഞ്ചസ് വരാന്നുള്ളതൊക്കെയാണ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഒരു ഡൗട്ട്. അച്ചീവേഴ്സ് എന്നുള്ള പേഴ്സണാലിറ്റി ഇല്ലേ, തേർഡ് പേഴ്സണാലിറ്റി, അതിലുള്ള ഒരു പേഴ്സണ് ശരിക്കും ആക്റ്റീവായിട്ട് എല്ലാം ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഒരു പ്രോക്രാസ്റ്റിനേഷൻ, ലേസിനെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? കുറച്ച് ഡീപ്പ് ടോപ്പിക് ആണ്. അതിവിടെ ഞാൻ പറഞ്ഞിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് സംശയങ്ങൾ വരും. ജസ്റ്റ് ഞാനത് പറഞ്ഞു പോവാ, വേറെ സംശയങ്ങളൊന്നും വേണ്ട. 3 എന്ന് പറയുന്ന പേഴ്സണാലിറ്റിക്ക് 4 എന്ന് പറയുന്ന പേഴ്സണാലിറ്റിന്റെ ഒരു വിങ്സ് വരാം, ഒരു സപ്പോർട്ടീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു വിങ്സിന്റെ ഒരു ചായ്വ് വരുന്ന സമയത്ത്
ഒരു 3 എന്ന് പറയുന്ന ഒരു 4ന്റെ കുറച്ച് സ്വഭാവങ്ങളും കൂടെ അവര് ഉൾക്കൊണ്ടിട്ട് അത്തരത്തിൽ അവർ ബിഹേവ് ചെയ്യും. കുറച്ചും കൂടെ ലേസി ആവും. അതായത് ഈ 3 എന്ന് പറയുന്നത് 2 രീതിയിലേക്ക് ട്യൂൺ ചെയ്യപ്പെടാം. ഒന്നുകിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയിലേക്ക് വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് ഷൈ ആയിട്ടുള്ള ഒരു 4 എന്ന് പറയുന്ന ഒരു വിങ്സിലേക്ക് വരാം. ഇതിലേതെങ്കിലും ഒരു ചായ്വ് വന്നിട്ടുണ്ടാവും. ഈ ചായ്വ് സിറ്റുവേഷനിലാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ സാർ. സാറേ വേറെ ഓക്കെ. ഡൗട്ട് ഉണ്ട്. ഒരു ഫെയിലുവർ ഇപ്പം നമ്മളൊരു കോഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ചോണം. അപ്പൊ ആ കോഴ്സ് എക്സാം എഴുതുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു കിട്ടുന്നില്ല, വിക്ടറി കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവോ? എക്സാമിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു സംഭവമില്ലേ, ഒരുപാട് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തു നമ്മുടെ മാക്സിമം എഫർട്ട് എടുത്തിട്ട് നമുക്ക് അതിൽ സക്സസ് ആവാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് റിലേറ്റ് ചെയ്യാൻ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ലൈസൻസ് എല്ലാത്തിലും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നമ്മള് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഈ നിധി തേടി പോകുന്ന ആളുകളെ കഥ കേട്ടിട്ടില്ലേ? നമ്മൾ ഒരുപാട് പോയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാതിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി പോയിട്ടുണ്ടെങ്കിൽ നിധി ഉണ്ടാവും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, പിന്നോട്ട് വലിയുന്ന ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ നമുക്ക്. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, നമുക്ക് ഈ നിധിയുടെ ചില അംശങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുക. ഇതേ പേഴ്സണ് ഇങ്ങനെ കുഴിച്ചു പോകുന്ന സമയത്ത് നിധിയുടെ കുറച്ച് അംശങ്ങൾ കിട്ടി, അപ്പൊ അവര് ഭയങ്കര മോട്ടിവേഷൻ കയറും അല്ലെ? ഈ എക്സാംസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫെയിൽ ആകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യും, അവന് കുറച്ച് റിവാർഡ്സ് കിട്ടണം, വേറെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അവന് വേണം, അല്ലെങ്കിൽ പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ എവിടെന്നെങ്കിലും കിട്ടണം. അത് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയൊരു സാധനം, ഒരു സ്പാർക്ക്. എല്ലാം നെഗറ്റീവ് ആകുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ ഡൗൺ ആകുക. ചെറിയ ചെറിയ മോട്ടിവേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലുതിലേക്ക് പ്രയത്നിക്കാനുള്ള ഊർജം നൽകും. നിങ്ങൾക്ക് ഒരു എക്സാമിന് നിങ്ങൾ എന്താ പറയാ, ഇതായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേ പേപ്പർ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, റിപ്പീറ്റിൽ എഴുതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അല്ലെ അതിന്റെ വേറെ രീതിയിലുള്ള മെത്തേഡിലൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് അത് ക്രാക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു മോട്ടിവേഷൻ കയറും. PSCയിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും ഒരു സാധനം എഴുതി നോക്കുക, അപ്പൊ അതിൽ കിട്ടും, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ കയറി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതും കൂടെ കിട്ടുന്നുള്ള ഒരു സാധനം പിന്നെയും ബിൽഡ് ആവും. ഇത് കിട്ടി, എനിക്ക് കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് അതും കൂടെ കിട്ടും. ഇങ്ങനെ നമുക്ക് നമ്മളെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് റിവാർഡ് കൊടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് റിവാർഡ്സ് കൊടുക്കുക, അപ്പൊ നമുക്കൊരു എനർജി, ഒരു മോട്ടിവേഷൻ ഇങ്ങനെ കയറും. ഇനിയും ചെയ്യണം, കുറച്ചും കൂടെ പോയാൽ മതി, കുറച്ചും കൂടെ കഴിഞ്ഞാൽ എത്തും, ഞാൻ എത്താറായി, ഈ ഒരു സാധനം വരും. ഓക്കെ, പിന്നെ ഇവിടെ അത് ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, പിന്നെ അടുത്തൊരാൾ ചാറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ജസ്റ്റ് നിങ്ങളൊന്ന് വോയിസിൽ ചോദിക്കാൻ പറ്റുമോ? ഇവിടെ ചാറ്റ് എടുക്കണേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഒരുപാട് കാര്യങ്ങള് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ട് വലിയ വലിയ കാര്യങ്ങൾ മിസ്സായി പോകുന്ന ഒരു അവസ്ഥ. ഐ തിങ്ക് അതാണ് ക്വസ്റ്റ്യൻ വിചാരിക്കുന്നു, റൈറ്റ്? ഓക്കെ, അപ്പൊ അതായത് നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ, ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു തിയറി ഇതിൽ കാണിക്കുന്നത്. അതായത് നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നമുക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്ന കാര്യം നമ്മൾ ആദ്യം ചെയ്യാം. അതിന് ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് താഴത്തുള്ളതൊക്കെ കുറച്ച് എളുപ്പമുള്ള കാര്യങ്ങളായിട്ട് തോന്നും. നമുക്ക് ഒരു ദിവസം ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ടഫായിട്ടുള്ള ഒരു കാര്യം. നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് നാളെ കല്യാണം വിളിക്കാൻ പോകണം, നമ്മുടെ മോളെ കല്യാണം എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ കല്യാണം വിളിക്കാൻ പോകുന്നത് ഒരു ചടങ്ങ് പരിപാടി ഒന്നല്ല. പക്ഷെ നമ്മള് മിണ്ടാതിരിക്കുന്ന ഒരാളുണ്ട്. അതായത് നമുക്ക് നമ്മുടെ കുടുംബവും അവരുടെ ഫാമിലി തമ്മിൽ അത്ര നല്ല ചേർച്ചയിലല്ല പോകുന്നത്. ഇവരെ വിളിക്കലാണ് നമുക്ക് ഏറ്റവും വലിയ ടാസ്ക്. അപ്പൊ നമുക്ക് അത് ആലോചിക്കുമ്പോൾ നമുക്ക് അന്ന് പോകാനുള്ള എനർജി മൊത്തം പോവാണ്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് അവരെ അങ്ങോട്ട് വിളിക്കുക. ഓക്കെ, ആദ്യം പോയിട്ട് അവരെ വിളിക്കുക. അവരെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതങ്ങോട്ട് കഴിഞ്ഞു, ഇനി കുഴപ്പമില്ല. അപ്പൊ നമുക്കൊരു എനർജി അങ്ങോട്ട് കയറും. പിന്നെ നമ്മൾ മൊത്തം എല്ലാരെയും വിളിച്ച് നമുക്ക് അന്നത്തെ ആ പരിപാടി അങ്ങോട്ട് തീരും. ഇതാണ് അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമുക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ടഫായിട്ടുള്ള കാര്യത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, ക്ലിയർ? നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്തെന്നറിയാമോ, ഒരു എക്സാം ഏറ്റവും എളുപ്പമുള്ള ഈസി ആയിട്ടുള്ള ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ചെയ്തല്ലോ എന്നുള്ളതാണ്. എങ്ങനെ മനസ്സിലായില്ല? ഒരു എക്സാമിനാണെങ്കിൽ ആദ്യം ഈസി ആയിട്ടുള്ള കുറെ ചാപ്റ്റേഴ്സ് അങ്ങ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല എത്രയും ഫിനിഷ് ചെയ്തല്ലോ, ഡിഫിക്കൽട്ട് ആവുള്ളത് തലയിൽ വെക്കാൻ വേണ്ടി, ഓർമ്മ നിൽക്കാൻ വേണ്ടി ലാസ്റ്റ് പഠിക്കാന്ന് വിചാരിക്കും. അല്ല, പഠിക്കുന്നത് കാര്യത്തില് ഇത് ഡിപ്പെൻസ് ആണ് കേട്ടോ.
ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അത് മാറി വരും. ഈ പഠിക്കുന്നത് ഞാൻ ഈ തിയറി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ഉറപ്പൊന്നും പറയില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും വർക്കാവുക, ചില ആളുകൾക്ക് ഇത് വർക്കാവും. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് ചില ആളുകളുടെ എന്താ പറയാ ഒരു IQ ലെവല്, ചില ആളുകൾക്ക് പെട്ടെന്ന് തലയിൽ കയറുന്ന രീതി, ചില ആളുകൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾക്ക് കാഴ്ചയിലൂടെയും മറ്റൊരാള് അങ്ങനെ പെട്ടെന്ന് തലയിൽ കയറും. ചില ആളുകൾക്ക് കേട്ടാലായിരിക്കും കുറച്ചും കൂടെ, കേൾക്കുന്നത് മാത്രം ചെയ്യുമ്പോൾ പെട്ടെന്ന് തലയിൽ കയറും. അങ്ങനെ ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഈ സെൻസിങ് എന്ന് പറയുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ കാഴ്ച, കേൾവി, അതേപോലെ ടച്ച്, സ്മെല്ല്, ഓക്കെ. ഇതിൽ ചില ആളുകൾക്ക് ഇതിൽ ഏതെങ്കിലും പാർട്ട് ഭയങ്കര കുറച്ചും കൂടെ ഹൈ ആയിരിക്കും. ചില ആൾക്ക് ചിലത് ടച്ച് ചെയ്താൽ, അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ആളുകൾ കണ്ടിട്ടില്ലേ, അവരുടെ ഈ സെൻസിങ് ഓർഗൻ ഭയങ്കര പവർഫുൾ ആയിരിക്കും. അവർക്ക് ടച്ച് ചെയ്താൽ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ഒരു പാർട്ട് അങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകളുടെ ഏതെങ്കിലും ഒരു പാർട്ട് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ അതിന് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം. ആ രീതിയിൽ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞത്. ഒരു ഡൗട്ട്, ഒരു കൊച്ചിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഒരു കുട്ടി നല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഭയങ്കര ആക്റ്റീവ് ആണ്. ഒരു സ്കൂളിലുള്ള ടോപ്പിക്കിൽ പഠിക്കാൻ ഡിഫിക്കൽട്ട് ആണ്, പഠിക്കത്തില്ല, മാർക്കൊക്കെ കുറവാണ്. അങ്ങനെയുള്ള ആളിനെ നമുക്ക് എങ്ങനെ, ഇത് ലേസിനെസ് ആണ്, അത് ലേസിയാണ്, പഠിക്കാൻ പറയുമ്പോൾ പഠിക്കത്തില്ല, വായിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ റീഡിങ് സ്കില്ല് നല്ലതായിട്ടുണ്ട്, ബുക്സ് വായിക്കത്തില്ല, എക്സ്ട്രാ നോവൽസോ കഥകളോ സ്റ്റോറീസ് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വായിക്കും, റീഡേഴ്സ് ഡൈജസ്റ്റ്. അതില് അത് വേറൊരു ടോപ്പിക്കാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു സംഭവം പറഞ്ഞുതരാം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഉറങ്ങിയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് ഹിസ്റ്ററി ആയിരുന്നു. ഓക്കെ. അപ്പൊ അതിൽ ഈ ചെർണോബിൽ ദുരന്തം, ഈ വേൾഡ് വാർ, ഇത്തരം സാധനങ്ങളൊക്കെ ഓക്കെ, ഞാനത് വളരെ കെയർലെസ് ആയിട്ട് ഞാൻ കിടന്നുറങ്ങിയിട്ടാണ് കാരണം സാറ് ക്ലാസ്സിൽ വന്നിട്ട് അത് പറയുന്ന സൗണ്ട് കേൾക്കുന്ന സമയത്ത് തന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങും. അത് എനിക്കൊരു മെഡിറ്റേഷൻ പോലെയാണ് അത് കേൾക്കുക. ഞാൻ ഇങ്ങനെ ഉറങ്ങി സ്ലീപ്പിലേക്ക് പോകും. ഓട്ടോമാറ്റിക്കലി എനിക്ക് നടക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇന്ന് ഞാൻ അതിന്റെയൊക്കെ ഇരുന്ന് ഞാനത് വായിച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ല, എനിക്കത് പഠിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ചെർണോബിൽ ദുരന്തം ഞാൻ വളരെ അത്ഭുതത്തോടെ ഞാൻ വായിച്ചിരുന്നിട്ടുണ്ട്. വേൾഡ് വാർ ഞാനത് സിനിമകളിലൂടെ കാണാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് വായിച്ചു, അതിന്റെ വീഡിയോസിൽ ഈ യൂട്യൂബിലൊക്കെ ചില കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ പ്രസന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഞാൻ 1-2 ആളുകളെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വല്ലാത്തൊരു കഥയാണ് എന്ന് പറയുന്ന ഒരാളില്ലേ, പുള്ളി പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി ഭയങ്കര രസമാണ്. നമുക്കത് കഥ ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നും. ഇത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കണക്റ്റഡ് ആണ്. നമുക്ക് ആ കുട്ടിക്ക് അത് ഒരാളെ എങ്ങനെ അവതരിപ്പിച്ച് കൊടുക്കുന്നു എന്നുള്ളത് ഒരു മാറ്റർ ആണല്ലോ. ചിലപ്പോൾ പുസ്തകങ്ങളിലുള്ള പല കാര്യങ്ങളും പല രീതിയിൽ അവതരിപ്പിച്ചു കൊടുക്കാം. ഒരു കഥയായിരിക്കാം ചിലപ്പോ, ആ ഒരു കഥ എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു തിയറിയാണ്. നമ്മൾക്കിപ്പോ ഈ ഫിസിക്സ് എന്ന് പറയുന്നത് ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതും ലാബിൽ പോയിട്ട് ഇരുന്ന് പഠിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമല്ലേ. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിൽ കുറച്ച് എന്താ പറയാ വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്കത് പഠിക്കാൻ പറ്റായിട്ടോ ഇൻട്രസ്റ്റ് ഇല്ലായിട്ടോ അല്ല, ചിലപ്പോൾ അവരത് മനസ്സിലാക്കിയത് ഇങ്ങനെയായിരിക്കും. ഇത് ഭയങ്കര ക്ലീശ ടോപ്പിക്കാണ്, ഇത് ഭയങ്കര ബോറിംഗ് ടോപ്പിക് ആണെന്നുള്ളത് ചിലപ്പോൾ അവർ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. ആ തോട്ട് പ്രോസസ്സിങ് മാറ്റേണ്ടി വരും. മനസ്സിലായോ? ഒരു സംശയം ചോദിച്ചോട്ടെ? യെസ്. നമ്മളെ ഈ ടോപ്പിക്ക് 80-20 റൂളായിട്ട് കണക്ഷൻ ഉണ്ടോ? 80-20 റൂളായിട്ട് സിമിലാരിറ്റീസ് ഉണ്ട്. നമ്മളിപ്പോ ഈ സൊല്യൂഷനിൽ അതില് ഈ 5 seconds റൂൾസ് ഒക്കെ പറയുന്നില്ലേ, 5 seconds റൂൾസ് ഒക്കെ ആ പുസ്തകത്തിലൊക്കെ പറയുന്ന തിയറീസുമായിട്ടൊക്കെ അതൊക്കെ നമ്മൾ കണക്റ്റഡ് ആണ്. ഞാൻ കുറെ നേരം കൈ പൊക്കി വെച്ചിട്ട് ആരും വിളിക്കാത്ത കാരണം ഞാൻ തന്നെ അങ്ങോട്ട് ഇതാണ്. ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു ടു കോൾ മീ. ഞാൻ അമേരിക്കയിലാണ്. ഞാൻ 1-2 ഫാക്ട്സ് ആദ്യം പറയാം, എന്നിട്ട് ഞാൻ എന്റെ സംശയം കൂടെ ചോദിക്കാൻ പോവാണ്. അതായത് ഇവിടെ ഞാൻ കുറെ കേസുമായിട്ടൊക്കെ ലീഗൽ കേസുമായിട്ടൊക്കെ തന്നെ കോടതിയിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരൊരു ഹിയറിങ്ങിന് ഒരു ഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജിമാർ അന്ന് ആദ്യത്തിന് ഹിയറിംഗ് നടക്കും, ആ വെർഡിക്റ്റും ഇത്രയും ടൈമിനകത്ത് വരും. പക്ഷേ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ലാവ്ലിൻ കേസ് എന്ന് പറയുന്നതിന് സുപ്രീം കോടതി ഒരു 30-40 തവണ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്? ആ ജഡ്ജിമാരുടെ ലേസിനെസ് ആണോ അതോ പ്രോക്രാസ്റ്റിനേഷൻ ആണോ? ഇതേ ഉള്ളൂ ചോദ്യം. അത് ഇങ്ങനെ പറയാൻ പറ്റും. അതായത് ഒരാളുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ആളുകൾ എല്ലാ മാസവും ഇപ്പൊ ഒരു കോടതിയിലെ ഒരു ജഡ്ജി എന്ന് പറയുന്നത് ഒരാൾ തന്നെയല്ല, ആഴ്ചയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ആളുകൾ വരുന്നുണ്ടാവും,
മാസത്തിൽ മാറും, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ഒരാളുടെ സ്വഭാവമാണോ എന്നറിയില്ല. പക്ഷെ ഈ സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം മേ ബി. ഈ സിസ്റ്റം ചിലപ്പോൾ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഈ കേസ് ഇങ്ങനെ ഇതാക്കണം, കുറെ എന്താ പറയാ, കുറെ ഓവർലോഡുകൾ ഇങ്ങനെ കൊടുക്കുക, ഇന്ന് ഇത്രയും കേസുകൾ ഉണ്ട്, അപ്പൊ എന്ത് ചെയ്യണം, ഇത്ര സമയം പാടുള്ളൂ, അത് നീട്ടി വെക്കണം. ഈ ഒരു പ്രഷർ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം മേ ബി. എനിക്ക് പക്ഷെ തോന്നുന്നു അതേ സമയത്ത് അരവിന്ദ് കെജ്രിവാൾ അങ്ങേര് അവിടെ തിഹാർ ജയിലിൽ ഇരുന്നപ്പോൾ അങ്ങേർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദിവസവും അങ്ങേരത് ബെയിലിൽ ഇത് കേൾക്കുകയും ചെയ്യുന്നുണ്ട് കോടതി. അതിന് കേൾക്കാനായിട്ട് അവർ അർജന്റായിട്ട് ഉടനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഇത്രയും ഒരു കേസിന് 30 വർഷമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിന് ഞാൻ കുറെ തല പോയിഞ്ഞ് ആലോചിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ചോദിച്ചത്. നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല എന്ന് ഇപ്പം ബോധ്യമായി. താങ്ക് യു. ഇക്കൊല്ലം ചോദിച്ചതിൽ ഏറ്റവും വലിയൊരു ചോദ്യമായി പോയത് ഞാൻ മറക്കത്തില്ല. ഇതിനൊരു സാർ അമേരിക്കയിൽ ചോദിച്ച ചോദ്യത്തിന് ഒരു ആൻസർ ഉണ്ട് സാർ. ഇഫ് യു പെർമിറ്റ് മീ ഐ ഷാൽ ടെൽ. പറഞ്ഞോട്ടെ. അതായത് ഒരു 4-5 മാസം മുന്നേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് റിട്ടയർ ചെയ്യുകയാണ്. അയാളുടെ റിട്ടയർമെന്റ് പ്രസംഗത്തിൽ അയാൾ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. ഇന്ത്യയിലുള്ള നമ്പർ ഓഫ് ജഡ്ജസ് നമ്മളുടെ പോപ്പുലേഷന് പ്രപ്പോർഷനായിട്ടുള്ള ജഡ്ജസ് ഇല്ലാത്രേ. അതുകൊണ്ടാണ് അത്ര ഇത്രയും കേസുകൾ കുന്നും കൂമ്പാരമായിട്ട് കൂടി കിടക്കണമെന്ന് അയാൾ റിട്ടയർ ചെയ്യുന്നവരെ പറയാൻ പറ്റിയില്ല. റിട്ടയർ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണം പറയാലോ. അപ്പൊ അതിനൊരു കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. രാധാകൃഷ്ണൻ ജി, അത് ഞാനും കേട്ടു. ഞാനും ആ ജഡ്ജി പറഞ്ഞതിന് ഞാനും വായിച്ചു. അത് വന്നിട്ട് അമേരിക്കൻ എക്സ്പ്രഷൻ ആണ് വെച്ചാൽ അതിനെ നോൺസെൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ബുൾഷിറ്റ് എന്ന് പറയാം. അതേ ഉള്ളൂ. എന്നുവെച്ചാൽ അപ്പോഴ് കേട്ട് അതിന് തീരുമാനം ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. ഇത് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, കൂമ്പാരം കൂടുകയാണ്. ഓക്കെ, ഫൈൻ. ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് തൽക്കാലം ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യാം, തൽക്കാലം സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സൊല്യൂഷൻ തരാൻ കഴിയില്ല. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ദെൻ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓക്കെ, പൊളിറ്റിക്സ് പോയ പ്രശ്നമാണ്. സാർ, എനിക്ക് ഫസ്റ്റിലെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ ഈ എൻഗ്രാമിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ സാർ ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ടൈപ്പുകൾ ഉണ്ടല്ലോ, അതൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമായിരിക്കും. ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാ പേഴ്സണാലിറ്റീസിനെയും ഡീറ്റെയിൽ ചെയ്യുന്നുണ്ടാവും. ഡീറ്റെയിൽ ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ അതിന്റെ വിങ്സിനെ കുറിച്ച് പറയും, അതിന്റെ മാത്തമാറ്റിക്കൽ രൂപം എങ്ങനെയാണ്, നമുക്ക് നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകളെ എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും. മെയിൻലി നമ്മുടെ ഫാമിലിയിൽ തന്നെ വരുന്ന സമയത്ത് ഇപ്പോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മക്കളുണ്ടെന്ന് വിചാരിക്കുക ഒരാൾക്ക്. അപ്പോ ഈ 5 മക്കളുണ്ടെങ്കിൽ എന്റെ കുട്ടികളാണ് ഇവരെല്ലാവരും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കില്ല. ഒരാൾ ചിലപ്പോ ഇങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് ഓരോരുത്തരും എടുക്കുന്നത് പല രീതിയിലായിരിക്കും. നമ്മളൊരാളെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഒരേ സാധനമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരേ ചിന്താഗതിയല്ല, ഒരേ മെന്റാലിറ്റി അല്ല, ഒരേ സ്വഭാവമല്ല. അപ്പോ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പേഴ്സണാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഈ ലോകത്തുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള മേലി ഒരു പാരന്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റും. ടീച്ചർ ആണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എല്ലാ ആളുകളെയും ധാരണ. അപ്പൊ എനിക്ക് അതിന് ബെനിഫിറ്റ് ആവുന്നുണ്ടെന്നാണ് അറിയേണ്ടത്. യെസ്, ഡെഫിനറ്റ്ലി. കാരണം നമ്മുടെ സറൗണ്ട്സിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണല്ലോ ബേസ്. നമ്മൾ ഏതൊരു റോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമുക്ക് ഈ ലോകത്ത് നല്ല രീതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ കൂടെ ശരിക്കും പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം പല ആളുകളും പല ചിന്താഗതിയും പല മെന്റാലിറ്റി ഉള്ള ആളുകളാണ്. ഓക്കെ, ഞാൻ സാറിന്റെ ക്ലാസ് ചെയ്തതാണ്. ഫസ്റ്റ് ഞാൻ ചെയ്ത പ്രോഗ്രാമാണ് വിൻബിളില്. സൂപ്പർ ക്ലാസ് ആയിരുന്നു. സാർ അന്ന് എനിയാഗ്രാമിനെ പറ്റി പറഞ്ഞൊക്കെ ഓർക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ്. എനിയ എന്ന് പറയുന്ന 9 ആണ്, ഗ്രാമ എന്ന് പറയുന്ന മോഡലാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് 9 ടൈപ്സ് ഓഫ് മോഡൽസ് ഓർ പേഴ്സണാലിറ്റി എന്നൊക്കെയാന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അതായിരുന്നു ആദ്യം അറ്റൻഡ് ചെയ്ത ക്ലാസ്. സൂപ്പർ ക്ലാസ് ആണ് സാറിൻ്റെത്. ഇഷ്ടമുള്ളവർക്കെല്ലാം അറ്റൻഡ് ചെയ്യാം. ഞാൻ ഫീഡ്ബാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഫീഡ്ബാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. നോട്ടഡ്, കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സറൗണ്ട്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇനി കുറച്ച് സൊല്യൂഷൻസ് പറഞ്ഞുതരാം. ഇനി ഡിസ്കഷൻസ് പോയാൽ നിങ്ങൾക്ക് കിട്ടേണ്ട പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒന്നാമത് 5 seconds റൂൾസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പറയുന്ന ഒരു തിയറി ഉണ്ട്. അതായത് നമ്മളൊരു
എന്താ പറയാ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഓക്കെ അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊരു 5 സെക്കൻഡ്സിന്റെ ഉള്ളിൽ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഞാനിപ്പോ എന്ത് ചെയ്യാണ്, ഒരു എഴുതാൻ തീരുമാനിക്കുകയാണ്, ഒരു പോയം എഴുതാനോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ലെറ്റർ എഴുതാനോ തീരുമാനിക്കുന്ന സമയത്ത് 5 സെക്കൻഡ്സിനുള്ളിൽ ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് ഒരുപാട് തോട്ട്സ് വന്നിട്ട് എന്ത് ചെയ്യും, ആ തോട്ട് ഡൈവേർട്ട് ആയി പോകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 60,000 മുതൽ 70,000 വരെയുള്ള തോട്ട്സ് ആണ് പെർ ഡേ നമുക്ക് വരിക എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇത്രയും തോട്ട്സ് നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഈ 5 സെക്കൻഡ്സ് തന്നെ ചില ആൾക്ക് കിട്ടണമെന്നില്ല. നമുക്കൊരു സാധനം തോന്നിയോ അത് അപ്പൊ തന്നെ ചെയ്യാം. അതൊരു എടുത്തു ചാട്ടമുള്ള അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ആയിരിക്കരുത്. അല്ലാത്ത പക്ഷം കുറച്ചും കൂടെ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക, വിത്തിൻ ഒരു 5 സെക്കൻഡ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ആക്ഷന് വേണ്ടി തയ്യാറാകുകയെങ്കിലും ചെയ്യാം. ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, എനിക്ക് ഇന്നൊരാള് സുഖമില്ലാണ്ട് കിടക്കുകയാണ്, അവനൊന്ന് മീറ്റ് ചെയ്യാൻ പോയാലോ എന്നൊരു തോട്ട് വന്നു, അവനൊന്ന് കാണാൻ പോയാലോ, നല്ലൊരു ചിന്തയാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വൈകിപ്പിക്കണ്ട, എണീക്കുക, പെട്ടെന്ന് ഫ്രഷ് ആകുക. അപ്പൊ നമ്മൾ അതിൽ ആക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ആ മൂഡിലേക്ക് കയറും. പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, പിന്നോട്ടുള്ള ചിന്തകൾ കുറയാൻ തുടങ്ങും. നേരെ മറിച്ച് നമ്മൾ ഒരു കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പോവണോ 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 ചിന്തിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അല്ലേ പോവണ്ട എന്നുണ്ടാവും. ഇതാണല്ലോ റിയാലിറ്റി. എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്തും നമ്മൾ അങ്ങനെ കൂടുതൽ സമയം കൊടുക്കണ്ട നമുക്ക് ചിന്തിക്കാൻ. നല്ല കാര്യമാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, അതിനധികം സമയം കൊടുക്കാതിരിക്കുക. ചീത്ത കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് സമയം കൊടുക്കാം. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതേ സാധനം ഒരു അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏകദേശം ഇതുമായിട്ട് കുറച്ച് എന്താ പറയാ കണക്റ്റഡ് ആണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു 2 minutes റൂൾസ് എന്നുള്ള ഒരു തിയറിയാണ്. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വലിയൊരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇതിന്റെ ഒരു തുടക്കത്തെ ഒരു 2 മിനിറ്റിൽ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് ചുരുക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു പ്ലാനായിട്ട് നമ്മൾ മൈൻഡിൽ വെക്കുന്ന സമയത്ത് ഇതിനൊന്ന് ഷോർട്ട് ചെയ്യുക. ഞാൻ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇന്നത്തെ ദിവസം അവിടെ പോയിട്ട് ജസ്റ്റ് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു ജിമ്മിൽ. കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 2 മിനിറ്റിന്റെ ഒരു പർപ്പസ് ആയിട്ട് ഞാൻ അതിനെ മാറ്റി. അപ്പൊ ആ പരിപാടി നടന്നു. നേരെ മറിച്ച് ഞാനത് ജിമ്മിൽ പോകുന്നതും കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നതും സൺഡേസ് വരുന്നതും ലീവുള്ള ദിവസവും ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് കോംപ്ലിക്കേറ്റഡ് ആവും, നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വലിയൊരു വർക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിനെ മാക്സിമം ഷോർട്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ തുടക്കത്തിലുള്ള ചെറിയൊരു പാർട്ട് മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തിങ്ക് ചെയ്യുക. ഓക്കെ, ഇത് ചെയ്യാം, ഓക്കെ, ഇത് നമ്മളുടെ ഒരു ഗോൾ ആയിട്ട് നമ്മൾ കൊടുക്കുക, ഒരു ഇൻസ്ട്രക്ഷൻ നമ്മളിലേക്ക് കൊടുക്കുക. ഈ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തിട്ട് നമ്മൾ അത് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ വലിയ പരിപാടി നടക്കും. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും, ഈ വലിയ പരിപാടി നടത്തണം എന്ന് വിചാരിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മളൊരു ടീമിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്യാണ്. പ്ലാനിങ് തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി, നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റത്തെ ഒരു പരിപാടി ചെറുതായിട്ടൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ചെറിയൊരു 1-2 ആളുകളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ എന്ന് സംസാരിക്കുന്നു. അതൊരു ഗോളാക്കി വെക്കുക. അതിന്റെ ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്കതൊരു ചെറിയ പ്രവൃത്തിയായിട്ട് തോന്നി, അത് ചെയ്താൽ മതി, മറ്റുള്ള പരിപാടിനെ കുറിച്ച് നമ്മൾ വറീഡ് ആവണ്ട. അത് നടന്നു കഴിഞ്ഞാൽ അതൊക്കെ നടന്നോളൂ. ഇത് അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു തിയറിയാണ്. നമുക്ക് ആ ഒരു പുസ്തകം വായിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോപ്പമൈൻ ഡിറ്റോക്സ് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ എന്താ പറയാ ഷോർട്ട് ടൈം ഡോപ്പമൈൻ നമ്മളിങ്ങനെ കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയാ പെട്ടെന്ന് ഡോപ്പമൈൻസ് കിട്ടുന്ന ഒരുപാട് ആക്ടിവിറ്റീസ്, ഇപ്പൊ ഫോണിൽ നോക്കുന്നത്, എന്തെങ്കിലുമൊക്കെ കഴിക്കണം, അതിൽ ഇത് ചെയ്യണം, അല്ലെ, നമ്മളെന്തെങ്കിലും ഫോൺ മാറ്റി വെക്കുകയാണെങ്കിൽ ലാപ്ടോപ്പ് ചിലപ്പോൾ ഓൺ ചെയ്യും, അല്ലെങ്കിൽ TV ഓൺ ചെയ്യും. ഓക്കെ, TV ഓഫായി കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവും, ഫോൺ നോക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗശൂന്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യുക. എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുക, ഫുഡ് കഴിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ഈ ഷോർട്ട് ടൈമിൽ കിട്ടുന്ന ഈ ഒരു പ്ലഷേഴ്സിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഒരു ഡിറ്റോക്സ് എടുക്കുക, ബ്രേക്ക് കൊടുക്കുക. എല്ലാത്തിനും ബ്രേക്ക് കൊടുത്തിട്ട് നമ്മൾ വേണം എന്ത് ചെയ്യുക, നമ്മുടെ ടെറസിന്റെ മുകളിൽ കയറിയിട്ട് ചുമ്മാ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാർക്കിൽ പോയിട്ട് ചുമ്മാ ഒന്നും ചെയ്യണ്ട, പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ട, ഒന്നും പ്രവർത്തിക്കേണ്ട, ഒന്നിനെ കുറിച്ച് വറീഡ് ആവണ്ട, ഫ്രീ ആയിട്ട് കുറച്ച് നേരം ഇരിക്കുക. ഓക്കെ, നമുക്ക് ആ സമയത്ത് വേണ്ട ചുമ്മാ ഇങ്ങനെ നടക്കാം, അതൊരു കൈൻഡ് ഓഫ് ഡോപ്പമൈൻ ഡിറ്റോക്സ് ആണെന്ന് പറയും. ഒന്നും ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ നടക്കുക, അങ്ങോട്ടും ഇങ്ങനെ വീടിന്റെ ചുറ്റും ചുമ്മാ നടക്കുക. ഇതേപോലെ നമ്മൾ ഡോപ്പമൈൻ ഡിറ്റോക്സ് ചെയ്യുന്ന സമയത്തിന് എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിവാർഡ് സിസ്റ്റം എന്ത് ചെയ്യും, ബ്രെയിൻ റീസെറ്റ് ചെയ്യാൻ തുടങ്ങും.
ഈ റിവാർഡ് ഇങ്ങനെ കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഇത് കുറച്ചൊന്ന് റീസെറ്റ് ചെയ്യും. അതിന് കുറച്ച് പേഷ്യൻസ് കൊടുക്കാൻ എന്ത് ചെയ്യും, അത് ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേഷ്യൻസ് ഇല്ലാത്തൊരു പ്രോബ്ലം നമുക്ക് ഇത്തരത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് തീരെ പേഷ്യൻസ് ഇല്ല, ഒന്നിനും നമുക്ക് ക്ഷമ കിട്ടുന്നില്ല, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡോപ്പമൈൻ ഡിറ്റോക്സ് നമുക്ക് ഡെയിലി വൺസ് ആയിട്ടോ അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് ആയിട്ടോ എങ്കിലും നമുക്കിത് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന് നിങ്ങൾക്ക് സമയം നിങ്ങൾക്ക് നിശ്ചയിക്കാം. ഒരു മിനിമം പറയാറുള്ള ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 hour ഒക്കെ ചെയ്യണം എന്നാണ്. ഒരു 1 hour എങ്കിലും മിനിമം ഒരു ഡോപ്പമൈൻ ഡിറ്റോക്സ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയമായിട്ട് എന്ത് ചെയ്യുക, അതിനെ കൂട്ടി കൊണ്ടുവരാം. അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഒരു പേഷ്യൻസ് ഇങ്ങനെ വരാൻ തുടങ്ങും. അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടു ഡു ലിസ്റ്റ്, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ റീഡിങ് ഡോപ്പമൈൻ ഡിറ്റോക്സ്. ഓക്കെ, റീഡിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു പ്ലഷർ കിട്ടുന്നുണ്ടല്ലോ, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ഫ്രീ ആയിട്ടിരിക്കുക. നമുക്ക് ഈ എന്താ പറയാ ഷോർട്ട് ടൈമിൽ കിട്ടുന്ന പ്ലഷേഴ്സിനെ ഒന്നും നമ്മൾ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മളിങ്ങനെ ഇൻവോൾവ് ആയി, ഇപ്പോ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഇമാജിനേഷൻ ചെയ്യാൻ തുടങ്ങും, നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് വേറൊരു ലോകത്തേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഒന്നും വേണ്ട, കുറച്ച് നമ്മുടെ എല്ലാ സാധനത്തിനും ഒന്ന് റെസ്റ്റ് കൊടുക്കുക. നമ്മുടെ പ്ലഷർ കിട്ടുന്ന ഒരു പ്ലഷർ ഹോർമോൺ ഉണ്ടല്ലോ, റിവാർഡ് സിസ്റ്റം. ഈ റിവാർഡ് സിസ്റ്റത്തിന് നമ്മൾ ഒരു പൗസ് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, റിവാർഡ് സിസ്റ്റം ഒന്ന് റീസെറ്റ് ആവും. ഈ ഒരു സമയത്തിൽ ഒന്ന് റീസെറ്റ് ആയി കിട്ടും. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് നമ്മുടെ മൈൻഡിലുള്ള ഒരുപാട് പ്രഷേഴ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ അത് സഹായിക്കും. ഓക്കെ 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 നമുക്ക് ഇതേപോലെ തന്നെ ക്ലാരിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാണ്. ഞാനിപ്പോ ഡോപ്പമൈൻ ഡിറ്റോക്സ് എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചുമ്മാ ഞാൻ എന്ത് ചെയ്യും, ഒരു പാർക്ക് അങ്ങനത്തെ ഒരു സ്പേസിൽ പോയിട്ട് ചുമ്മാ ഇരിക്കും. നടന്നു പോവുകയാണെങ്കിൽ ഒരു പാർക്ക് ഉണ്ട്, ഈ പാർക്കിൽ പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യില്ല, ഫോണൊന്നും ഹോൾഡ് ചെയ്യത്തില്ല. ഞാൻ അവെയർ ആകുമല്ലോ, ഫോൺ നോക്കണം ആ സാധനം, ഫോണൊന്നും കൊണ്ടുപോകാതെ ഞാൻ എല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ചു നേരം പോയിട്ട് എന്ത് ചെയ്യും, ഇരിക്കുന്നു. ഓക്കെ, അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ ഓവറായിട്ടൊന്നും തിങ്ക് ചെയ്യേ അല്ല ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുകയെ നാളത്തെ കുറിച്ച് ചിന്തിക്കുക അങ്ങനൊന്നുമില്ല. ഫ്രീ ആയിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കും. അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതുപോലെ ചെയ്യാം, ഇതുപോലെ നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത പറഞ്ഞ കാര്യം ടു ഡു ലിസ്റ്റ് ആണ്. ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെയൊക്കെ നമ്മളൊന്ന് പ്രീ പ്ലാൻ ചെയ്യും. ഒരു ടു ഡു ലിസ്റ്റ് ആയിട്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ, ടു ഡു ലിസ്റ്റ്, ഇന്ന് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക രാവിലെ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ തിയറി നിങ്ങൾക്ക് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യിക്കാം. ടഫ് ആയിട്ടുള്ള കാര്യം ആദ്യം ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, ബാക്കി എന്തെങ്കിലും ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് അത് ഫൈനലിൽ നിന്ന് ടിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇത് നമ്മൾക്ക് തന്നെ ഈ ഒരു സാധനം സ്വയം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ടു ഡു ലിസ്റ്റ് മടിയായിട്ടുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുക, എപ്പോഴും മറന്നു പോകുന്ന ഒരാളാണെങ്കിൽ നമ്മളുടെ ഈ ഇത് കിട്ടും, ഒട്ടിക്കുന്ന പേപ്പർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതില് നമ്മളിങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, എവിടെയെങ്കിലും ഒട്ടിച്ചു നമ്മൾ കാണുന്നിടത്ത്. അപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മളിങ്ങനെ അടുക്കള ഇത് ചെയ്യാനുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യും, അത് കറക്റ്റായിട്ട് ചെയ്തോളൂ. ചില ആളുകൾ കണ്ടില്ല, ഇപ്പൊ വീട്ടിലൊക്കെ ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ മടിയുള്ള ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നുണ്ട്, ഫ്രിഡ്ജിന്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രിഡ്ജാണ് പൊതുവെ ഒരു വീട്ടിലെ എപ്പോഴും നമ്മളുടെ ഒരു കണ്ണ് എപ്പോഴും എത്തുന്ന ഒരു സ്ഥലം അല്ലെ, നമ്മൾ എപ്പോഴും കീ വെക്കുന്ന ഒരു സ്ഥലം, എപ്പോഴും നമ്മളിങ്ങനെ ചുമ്മാ ഒരു ആവശ്യമില്ലാതെ തുറന്നു നോക്കുന്ന ഒരു സ്ഥലം. പ്രത്യേകിച്ച് ആവശ്യം അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഇല്ല ചില ആളുകൾക്ക്, ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം എന്താ വെച്ചാൽ ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കും, ഓക്കെ, ഒരു കാര്യമൊന്നുമില്ല. ഇതേപോലെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഫ്രിഡ്ജ് എല്ലാവരുടെയും ഒരു എന്താ പറയാ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക, ഇതെന്താ ഒട്ടിച്ച് ഓക്കെ ഇത് ചെയ്യാനുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാൻ പറ്റും, കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റും, വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഈ രീതിയിലുള്ള എന്താ പറയാ സ്ട്രാറ്റജികൾ നമ്മൾ യൂസ് ചെയ്യാം. ഇത്തരം സ്ട്രാറ്റജിയിലൂടെയൊക്കെയാണ് നമുക്ക് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുക. ഇതൊക്കെ ഒരു പ്രവൃത്തിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടെങ്കിലും നമ്മൾ മാറുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ലേസി ആയിട്ട് ഇരുന്നത് കൊണ്ടോ നമ്മൾ ഈ ലോകത്ത് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഓരോ സമയവും നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ആ സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ള ഒരു റിയാലിറ്റി നമ്മൾ ഉൾക്കൊള്ളുക. മാക്സിമം എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിലുള്ള ഓരോ സമയങ്ങളും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മളിപ്പോ ഉറങ്ങുകയാണെങ്കിൽ പോലും അതൊരു വേസ്റ്റിംഗ് ടൈം അല്ല, ഓവർ സ്ലീപ്പ് ആകുമ്പോഴേ അത് വേസ്റ്റിംഗ് ആവുന്നുള്ളൂ. നമുക്ക് ബേസിക്കലി ഒരു 7 to 8 hours ഒക്കെ നമ്മുടെ ഹെൽത്തി സ്ലീപ്പിന്റെ ഡ്യൂറേഷൻ ആണ്. ആ സമയത്ത് നമ്മൾ കറക്റ്റ് ഉറങ്ങണം. ചില ആളുകൾ തീരെ ഉറങ്ങത്തില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഉറക്കമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ചോദിച്ചോളൂ.
മോട്ടിവേഷൻ ഉണ്ട്, പക്ഷെങ്കിൽ കൺസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു പ്രശ്നം ഉണ്ടാവും. നമുക്കിപ്പോ ഓക്കെ ഒരു ദിവസം നമ്മൾ ചെയ്യും, പിറ്റേ ദിവസം നമ്മൾ ചെയ്യും, മൂന്നാമത്തെ ദിവസം ചെയ്യും, പക്ഷെ നാലാമത്തെ ദിവസം നമ്മൾ അത് മറന്നു പോവുക, അല്ലെങ്കിൽ അത് മടി പിടിച്ചിരിക്കുക. അവിടെയാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റീനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ചിലപ്പോ നമ്മുടെ സ്വഭാവം, ചിലപ്പോൾ നമ്മുടെ ഒരു ബിഹേവിയറും സ്വഭാവമൊക്കെ അങ്ങനെ ആയിരിക്കാം. നമ്മൾക്ക് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മടി വരുന്നൊരു സ്വഭാവമായിരിക്കാം. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെ ഒരു ഓളത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിരിക്കരുത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഓരോരുത്തർക്കും വരുന്ന ഫ്ലോ നിങ്ങൾ ഡിഫറെന്റ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ 3 പേര് ഒരു പുഴയിൽ നീന്തുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ നീന്തുന്ന പുഴ എന്ന് പറയുന്നത് എന്റെ ഡെസ്റ്റിനേഷൻ, ആ പുഴ എങ്ങോട്ടാണ് ഒഴുകുന്നത് അങ്ങോട്ടേക്കാണ് എന്റെ ഡെസ്റ്റിനേഷൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചുമ്മാ അവിടെ ഇങ്ങനെ മലർന്ന് കിടന്ന് ഫ്രീ ആയിട്ട് ഇരുന്ന് കൊടുത്താൽ മതി. ചിലപ്പോൾ എനിക്കത് ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. പക്ഷെ നിങ്ങൾ ഒഴുകുന്ന പുഴ എന്ന് പറയുന്നത് ചിലപ്പോ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ചിലപ്പോ പുഴ ഒഴുകുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഞാൻ കിടക്കുന്നത് പോലെ കിടന്നാൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ഒഴുക്കിന് ഇങ്ങനെ ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കും. അല്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴുക്കിനെതിരെ നീന്തേണ്ടി വരും. അല്ലെ? സീരിയസ്ലി ചിന്തിച്ചു നോക്കൂ. പറഞ്ഞ പോയിന്റ് മനസ്സിലായിട്ടുണ്ടോ? കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട എഫേർട്ട് എത്ര ഇടുന്നുണ്ട് എന്നുള്ളതിന്റെ ഇത് നമ്മൾ നോക്കുക. 4ാമത്തെ ദിവസം നമുക്കത് ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ 4ാമത്തെ ദിവസത്തിലിട്ട എഫേർട്ട് കുറവാണ്. നിങ്ങൾ 3 ദിവസം എന്ത് ചെയ്തു? നിങ്ങൾ ഒഴുക്കിനെതിരെ നീന്തുന്ന എഫേർട്ട് ഇട്ടു. 4ാമത്തെ ദിവസം ഞാൻ പോകുന്നത് കണ്ടിട്ട് എന്ത് ചെയ്തു? അതുപോലെ അങ്ങ് പോകാൻ ശ്രമിച്ചു. അപ്പൊ നിങ്ങൾ ബാക്കോട്ട് പോയി. അതാ സംഭവിച്ചത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എഫേർട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തുള്ളൂ. നമ്മുടെ എഫേർട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുക എന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ. താങ്ക് യു. ഓക്കെ, വെൽക്കം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് കുറെ സംശയം ഉണ്ടെന്ന് അറിയാം. ഈ സംശയങ്ങളൊക്കെ തീർത്തിട്ടുണ്ടെങ്കിൽ ക്ലാസ് തീരൂല. ഓക്കെ, വേറെ എന്തെങ്കിലും എന്താ പറയാ ഉപകാരപ്പെട്ടിട്ടുണ്ടോ? എന്താണ്? നല്ല അടിപൊളി ക്ലാസ്. ഓക്കെ, താങ്ക് യു. Thank you very much. Very good information. Okay, we got it more. Thank you, sir. അടിപൊളി. Okay. Thank you. Afsal. Very informative class, sir. Very useful one. Thank you. Thank you very much, sir. Okay. Thank you. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ വെക്കണം എന്ന് പ്ലാൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കുകളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയാം. നമുക്ക് ആ ഒരു ടോപ്പിക്കിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാം. ആർക്കെങ്കിലും നെക്സ്റ്റ് ടോപ്പിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സജഷൻ? ഹാബിറ്റ്, പുതിയ ഹാബിറ്റുകൾ കൊണ്ടുവരാൻ പറ്റുന്ന കുറെ ടോപ്പിക്സിലെ ഹാബിറ്റിന്റെ മോശം ഹാബിറ്റ്സിനെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ഹാബിറ്റ് അവിടെ കൊണ്ടുവരാൻ പറ്റുന്നത്, അതിന് അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, കോണ്ടാക്ട് നമ്പർ ഇവിടെ ഇപ്പോ ടെക്സ്റ്റ് ചെയ്യാം. ദെൻ അതൊക്കെ. വേറെ എന്തെങ്കിലും സാർ എന്തോ പറയാൻ വന്നിരുന്നു? പറഞ്ഞോളൂ, കുഴപ്പമില്ല, എന്താണെങ്കിലും പറയാട്ടോ, അങ്ങനൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് പറഞ്ഞോളാം. നമുക്ക് ജോഹാരി വിൻഡോനെ കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ്. യെസ്. ജോഹാരി വിൻഡോന്റെ എക്സ്ട്രീം വേർഷൻ ആണ് കേട്ടോ ഈ എനിഗ്രാം. സാർ, ജോഹാരി വിൻഡോന്റെ ഒക്കെ എക്സ്ട്രീം വേർഷൻ ആണ് എനിഗ്രാം. ഈ ജോഹാരി വിൻഡോയിൽ പറയുന്നത് നമ്മുടെ അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട് അല്ലേ? ഏകദേശ കൺസെപ്റ്റ് ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട്. പക്ഷെ ഇതിന്റെ എക്സ്ട്രീം ആണ്. അത് ഇൻട്രോവേർട്ടിൽ തന്നെ പല തരങ്ങളുണ്ട്, എക്സ്ട്രോവേർട്ടിൽ പല തരങ്ങളുണ്ട്. അതിനെ 9 ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എനിഗ്രാം. ഇപ്പൊ ഒരു വെർട്ടും കൂടി വന്നിട്ടുണ്ട്, കോട്രോവേർട്ട്. അത് പുതിയ റിസർച്ച് ഫൈൻഡിങ് ആണ്. ഓക്കെ. അല്ല, ഇൻട്രോവേർട്ടിന്റെയും എക്സ്ട്രോവേർട്ടിന്റെയും അത് തന്നെ വേറെ ടോപ്പിക്കാണ്. മേ ബി നമുക്ക് ആ ഒരു ടോപ്പിക്ക് പരിഗണിക്കാം. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ അത്തരം ടോപ്പിക്കുകൾക്ക് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മുഴുവൻ ക്ഷമയോടെ ശ്രവിച്ചതിൽ നന്ദി. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകളിലും കറക്റ്റ് ആയിട്ട് ഇതേപോലെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ മുമ്പോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനത്തെ ആശയങ്ങളും വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ റെക്കോർഡ് സെഷന് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു നോളജ് കിട്ടും.
അപ്പോൾ എല്ലാവരെയും കണ്ടതിലും പരിചയപ്പെട്ടതിലും സന്തോഷം. വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, മേ ബി ഐ വിൽ ട്രൈ. ഓക്കെ, സോ ഗുഡ് നൈറ്റ്. സർ. താങ്ക് യു ഓക്കെ, സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, വെൽക്കം. Sir, thank you, sir. വെൽക്കം.